यस्यान्तन्नादिमध्यं न हि करचरणं नामगोत्रं न सूत्रं नो जातिर्नैव वर्णा न भवति पुरुषो नानपुंसं न च स्त्रीं नाकारं नो विकारं न हि च निमरणं नास्ति पुण्यं न पापं तत्त्वं नो तत्त्वमेकं सहजसमरसं सद्गुरुं तं नमामि। सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्पराम्। मौनव्याख्या प्रकटितपरब्रह्मतत्त्वं युवानं वर्षिष्ठान्तेव सदृशिगणैः आवृतं ब्रह्मनिष्ठैः आचार्येन्द्रं करकलितचिन्मुद्रमानन्दरूपं स्वात्मा रामं मुदितवदनं दक्षिणामूर्तिमीडे वेदान्तार्थविभासकाय यतये शान्ताय सन्न्यासिने नानावादिनगेन्द्रसङ्घपवये योगीन्द्रवन्द्याय च मोहध्वान्तदिवाकराय भगवत्पादाभिधां बिभ्रते तस्मै भाष्यकृते नमोऽस्तु सततं पूर्णाय बोधात्मने अपारसच्चित्सुखवारिराशेः यस्योर्मिमात्रं भुवनं समस्तं गुहाहितं तं रमणं गभीरं चिन्ताविहीनं हृदि चिन्तयामि। देहं मृण्मयवज्जडात्मकमहं बुद्धिर्न तस्यास्त्यतो नाहं तत्तदभावसुप्तिसमये सिद्धात्मसद्भावतः कोऽहं भावयुतः कुतो वरधिया दृष्ट्वात्मनिष्ठात्मनाम् सोऽहं स्फूर्तितया अरुणाचलशिवः पूर्णो विभाति स्वयम् योऽन्तः प्रविश्य मम वाचमिमां प्रसुप्तां सञ्जीवयत्यखिलशक्तिधरस्वधाम्नाम् अन्यांश हस्तचरणश्रवणत्वगादीन् प्राणान्नमो भगवते पुरुषाय तुभ्यं। दिवि भूमौ तथाकाशे बहिरन्तश्च मे विभुः यो विभाति अवभासात्मा तस्मै सर्वात्मने नमः। विशुद्धं परं सच्चिदानन्दरूपं गुणाधारमाधारहीनं सुमान्यं महान्तं विभान्तं गुहान्तं गुणान्तं सुखान्तं स्वयं धाम रामं प्रपद्ये। सदा राम रामेति नामामृतं ते सदा राममानन्दनिष्यन्दकन्दं पिबन्तं नमन्तं सुतन्तं हसन्तं हनूमन्तमन्तर्भजेतं निदान्तं सीतारामगुणग्रामपुण्यारण्यविहारिणौ वन्दे विशुद्धविज्ञानौ कवीश्वरकवीश्वरौ। മുകളിൽ സ്ഥലമുണ്ട്, അവിടെ നിന്ന് കാണുകയും ചെയ്യാം. തപസ്വാധ്യായനിരതം തപസ്വീ വാഗ്വിദാംബരം നാരദം പരിപപ്രച്ഛ വാൽമീകിർമുനിപുംഗവം.
നിർവാണ രാമായണം എന്ന ശീർഷകത്തിലുള്ള സത്സംഗമാണ് നമുക്കിവിടെ നടക്കുന്നത്. നിർവാണം ബ്രഹ്മനിർവാണം എന്നൊക്കെ ഉള്ള പദം നമുക്ക് കേട്ട് പരിചയമുള്ളതാണ്. ഇത് തന്നെയാണ് ഭഗവാൻ ഗീതയിൽ സ്ഥിതപ്രജ്ഞ ലക്ഷണമായിട്ട് പറയണത്. മനുഷ്യ ശരീരത്തിന് മാത്രം സാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ് ആത്മജ്ഞാനം എന്നത്. അതുകൊണ്ടാണ് അത് വളരെ ദുർലഭം എന്ന് പറയുന്നത്. വിചാരം ചെയ്യാൻ ഉള്ള ശക്തി. ബാക്കി എല്ലാവരും ജീവിക്കുന്നുണ്ട്. തരവോപി ജീവന്തി ജീവന്തി മൃഗപക്ഷിണഃ സജീവതി മനോ യസ്യ മനനേനൈവ ജീവതി. വൃക്ഷങ്ങളൊക്കെ ജീവിക്കുന്നുണ്ട്, മൃഗങ്ങളും പക്ഷികളും ഒക്കെ ജീവിക്കുന്നുണ്ട്. ആര് വിചാരം ചെയ്യുന്നുവോ മനനം ചെയ്യുന്നുവോ അവനാണ് വാസ്തവത്തിൽ സജീവതി, ജീവിക്കുന്നത്. അനേക കാലങ്ങളായിട്ട് ലോകത്തിലെ എല്ലാ സ്ഥലത്തും ദുഃഖം ഒരേപോലെയാണ്. ഈ ദുഃഖത്തിന് രാജാവെന്നോ ഭിക്ഷു എന്നോ വ്യത്യാസമില്ല. എല്ലാവർക്കും ഒരേപോലെ ശോകമുണ്ട്. അപ്പോൾ ശോകത്തിന് ആത്യന്തികമായ നിവൃത്തിയുണ്ടോ എന്നാണ് ഋഷികളൊക്കെ ചോദിച്ചത്. ദർശനങ്ങളൊക്കെ അങ്ങനെയാണ്. ആത്യന്തിക ശോക നിവൃത്തി സാധ്യമാണോ? പരിപൂർണമായി ശോകമില്ലായ്മ സാധ്യമാണോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതാണ് ഒരാൾ ജീവിതത്തിൽ നേടിയെടുക്കേണ്ട കാര്യം, ആനന്ദം. ഒന്നുകൊണ്ടും തടസ്സപ്പെടാത്ത ശാന്തി, അതിനെയാണ് നിർവാണം എന്ന് പറഞ്ഞത്. പരീക്ഷിത്ത് ഭാഗവതത്തിൽ നമ്മൾ കണ്ടു, രാജാവായിരുന്നിട്ടും എന്ത് രാജ്യം, എന്ത് സാമ്രാജ്യം. രായഃ കളത്രം പശവഃ ഗൃഹാദയഃ കുഞ്ചര കോശഭൂതയഃ. ഇതൊക്കെ തന്നെ എന്തിനു കൊള്ളും? ഒരു ബ്രാഹ്മണ കുട്ടി വായി തുറന്ന് നാവ് പുറത്തിട്ടതും പോയി എന്നാണ്. ഈ ശാപം ഒരു അനുഗ്രഹമായിട്ട് തീർന്നു എന്നാണ് പരീക്ഷിത്ത് പറയുന്നത്. നിർവേദമൂലോ ദ്വിജശാപരൂപ. ഈ ബ്രാഹ്മണ ശാപം കാരണം എനിക്ക് വൈരാഗ്യം ഉണ്ടായി. ഇത് അല്ലെങ്കിൽ സംഭവിക്കും, മുൻകൂട്ടി അറിഞ്ഞു. എന്തൊക്കെ തന്നെ ഉണ്ടെങ്കിലും ഇതാണ് സ്ഥിതി, അശാശ്വതമാണ് എന്ന് കണ്ടു. വളരെ ലോകപ്രസിദ്ധമായ കഥയാണ് ബുദ്ധന്റെ. സിദ്ധാർത്ഥൻ രാജകുമാരനായിട്ടൊക്കെ ജനിച്ചിട്ടും എന്തിനാ ഈ നിർവാണം എന്ന് പറഞ്ഞു ഓടിപ്പോയത് എന്ന് വെച്ചാൽ, രാജാവായിരുന്നത് കൊണ്ട് ഇപ്പൊ ജലദോഷം പിടിക്കാതിരിക്കുമോ? ചെറിയൊരു ചോദ്യമാണ്, അല്ലേ? ധാരാളം പണമുണ്ട്, സുഖ സൗകര്യങ്ങളൊക്കെ ഉണ്ട്,
പനി വരാതിരിക്കോ? കൊറോണ വരാതിരിക്കോ? ചെറിയ ചെറിയ ദോഷങ്ങളിൽ നിന്ന് പോലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ കാമം, കോപം ഇതൊക്കെ കുറയോ? രാജാവാകുമ്പോൾ കൂടും, ഇനിയും കൂടും. എന്താന്ന് വെച്ചാൽ കാമോപഭോഗത്തിന് ധാരാളം ടൂൾസ് ഉണ്ട്. അതുപോലെ കോപിക്കാൻ അധികാരമുണ്ട്. കോപിച്ച രാജാവിൻ്റെ അടുത്തൊന്നും പറയാനൊക്കില്ലല്ലോ. ആരെവിടെ എന്ന് പറഞ്ഞാൽ അവിടെ പോയി നിൽക്കണോ ആരെങ്കിലും? അപ്പൊ ഇതൊക്കെ അധികമാവും. ഘോരം ക്ഷാത്രമുപേയുഷ, ഘോരമായ ക്ഷാത്രധർമ്മം. രാജ്യം വാ വനവാസോ വാ വനവാസോ മഹോദയ. രാമനും സീതയും കൂടെ മന്ദാകിനി തീരത്തില്, ചിത്രകൂടത്തില് അതീവ മധുരമായി കാനനവാസം. കാട്ടില് നല്ല സത്സംഗമാണ്. ലക്ഷ്മണോപദേശമൊക്കെ ചെയ്യാണ്. കാട്ടിലിരുന്നു കൊണ്ട് ലക്ഷ്മണന് ആത്മവിദ്യയൊക്കെ ഉപദേശിക്കുന്നു. സീത പലതും ചോദിക്കുന്നു. കഥാഭിഹി അഭിരാമാഭിഹി അഭിരാമൗ നരാത്മജൗ. കഥാഭിഹി അഭിരാമാഭിഹി, അതിദിവ്യമായ കഥകളൊക്കെ പറഞ്ഞ് രസിച്ച് ആ മന്ദാകിനി നദി അങ്ങനെ ഒഴുകി വരുന്നു. മഞ്ഞ സുവർണ പുഷ്പങ്ങള് അങ്ങനെ ഉതിർന്നിട്ട് വാൽമീകിയുടെ വർണ്ണനയൊക്കെ കാണും. ആ മന്ദാകിനി നദി വെള്ളത്തില് ആ ജലമിങ്ങനെ ആ സുവർണ പുഷ്പങ്ങൾ പേറിക്കൊണ്ടൊഴുകി വരികയാണ്. അതിസുന്ദരമായ ചിത്രകൂട പ്രദേശം. ഇയം മന്ദാകിനി നദി സൗമ്യ പുഷ്പിതകാനനഃ. പല സ്ഥലത്തും വരുന്നുണ്ട് ഈ പദം. പുഷ്പിതകാനനഃ, കാടൊക്കെ പൂത്തുകുലച്ച് നിൽക്കുന്നു. ലക്ഷ്മണനോട് പറയുന്നു, ഇതൊക്കെ അയോധ്യയിലുണ്ടെങ്കിൽ കിട്ടുമോ? നേരം വിളിച്ചായാൽ ഇയാളെ തൂക്കിക്കൊല്ലണം, അയാളെ ചാട്ടവാറിന് അടിക്കണം, ജയിലിലിടണം. എന്തൊക്കെ പ്രശ്നങ്ങളാണ്! എത്ര രാഷ്ട്രീയ പ്രശ്നങ്ങൾ വരും ഇല്ലേ? അപ്പൊ ഇത്രയൊക്കെ സൗഖ്യമായിട്ടിരിക്കാൻ പറ്റുമോ? അതുകൊണ്ടാണ് നമ്മളുടെ പൂർവികന്മാരൊക്കെ എല്ലാം വിട്ട് സൗഖ്യമായി കാട്ടിൽ വന്നിരുന്നത് ലക്ഷ്മണാണ്. രഘുവംശ രാജാക്കന്മാരൊക്കെ അങ്ങനെ ആയിരുന്നു എന്നാണല്ലോ കാളിദാസൻ പറയണത്. ശൈശവേ അഭ്യസ്ത വിദ്യാനാം യൗവനേ വിഷയൈഷിണാം വാർദ്ധകേ മുനിവൃത്തീനാം യോഗേന അന്തേ തനുർത്യജാം. ഒരു ഗംഭീരമായ ഒരു ആശയം പറയാ. സാധിക്കുമോ എന്നറിയില്ല. ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ നല്ല പഠിപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ടിരുന്നു. യൗവനത്തില് ധാർമ്മികമായ വിഷയസുഖങ്ങളൊക്കെ അനുഭവിച്ചു. വയസ്സാവുമ്പോ മുനിവൃത്തി സ്വീകരിച്ച് ആസ്പത്രിയിലും മറ്റുമൊക്കെ കിടന്ന് മരിച്ചില്ല അത്രേ. യോഗേന തനുഹൂത്യജാം, യോഗം കൊണ്ട് ശരീരം ഉപേക്ഷിക്കാം. അങ്ങനെ സാധിച്ചത്ര നന്നായിരിക്കും അല്ലേ? ഒരു വിഷമം കൂടാതെ ഇരുന്ന് ഈ മരണത്തിന് പോലും ഒരു, ഇപ്പൊ എല്ലാവരും ആർട്ട് ഓഫ് ലിവിങ് ഒരുപാട് പേര് പഠിക്കുന്നുണ്ടല്ലോ, ആർട്ട് ഓഫ് ഡൈയിങ്. നല്ല ഗംഭീരമായിട്ട് ഇപ്പൊ പരീക്ഷത്തൊക്കെ നമുക്ക് ഭരിക്കാൻ പോകുമ്പോ ധന്യോഹം സിദ്ധോസ്മി അനുഗൃഹീതോസ്മി, ഞാനിതാ സിദ്ധനാണ്, അനുഗ്രഹീതനായിരിക്കുന്നു. ചിലര് അങ്ങനെയാണ്. തിരുവണ്ണാമലയില് നമ്മുടെ പാലക്കാടുള്ള ഒരു ആളാണ് നടരാജൻ എന്ന് പറഞ്ഞ്. അദ്ദേഹം ചെറുപ്പത്തിൽ മഹർഷിയെ കണ്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പ്രാരബ്ധം പാവം മഹർഷി സമാധിയായി അടുത്ത ദിവസം തിരുവണ്ണാമലയിലെത്തി. പക്ഷെ വളരെ ഭക്തനായിരുന്നു. വലിയ ബിസിനസ് ഇതൊക്കെ ചെയ്തു. വലിയ പൊസിഷനിലൊക്കെ ഇരുന്നു. ധാരാളം സമ്പാദിച്ചു. കുട്ടികളൊന്നുമില്ല. ആർക്കൊക്കെയോ സഹായിച്ചു, പലർക്കും കൊടുത്തു. സമ്പാദിച്ചതൊന്നും അവസാനം താൻ ഉപയോഗിച്ചൊന്നുമില്ല. ഒരുപാട് പേർക്ക് കൊടുത്തു കഴിഞ്ഞ് തിരുവണ്ണാമലയിൽ വന്നൊരു ചെറിയ റൂം, വലിയ ശരീരമാണ്. ഞാൻ 90കളിലൊക്കെ അദ്ദേഹത്തിന്റെ കൂടെയാണ് താമസിക്കുക. രാവിലെ 2:30 മണിക്ക് എണീറ്റ് ഗിരിപ്രദക്ഷിണം പോകും. പല സ്ഥലത്തും വീഴും. 60-70 വയസ്സാവുമ്പോഴാണ് അതൊക്കെ. എന്നാലും ഗിരിപ്രദക്ഷിണം പോകും.
എന്നിട്ട് അത് കഴിഞ്ഞ് ലൈബ്രറി, രമണാശ്രമം ലൈബ്രറിയിൽ ജോലി ചെയ്യും. ഞാൻ രാത്രിയാവുമ്പോൾ പ്രദക്ഷിണം പോയി 12 മണിക്ക് വന്ന് കിടന്നാൽ ഇദ്ദേഹം 2:30 മണിക്ക് എണീറ്റ് പോകും. അങ്ങനെ നല്ല ഭക്തൻ. പിന്നെ 90-92 വയസ്സ് വരെ ഇരുന്നു. അപ്പൊ അവസാനമാകുമ്പോൾ നമ്മൾ വേറെ സ്ഥലത്ത് താമസമാകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാണണം എന്ന് പറയും. പോയി നിൽക്കും. ഈ പ്രഭാഷണം, സത്സംഗമൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ അവസാനമാകുമ്പോൾ ഒരു ദിവസം കാണണം എന്ന് പറഞ്ഞ് വിളിച്ചു. പോയി ഒരു 6 മണിയാകുമ്പോൾ. അപ്പോൾ നമ്മുടെ കൂടെ ഉണ്ട്, ഇപ്പോൾ സതീഷ് ഉണ്ട്. അദ്ദേഹത്തിനെ കാണിച്ചിട്ട് പറഞ്ഞു, നോക്കൂ, എനിക്ക് ജീവിതം മതിയായി, ഇനി എനിക്ക് വേണ്ട. ഒന്നിലിതാ അദ്ദേഹത്തിനെ പോലെ ഞാൻ ആവണം. അദ്ദേഹത്തിന് ഒരു ഐഡിയൽ മുമ്പിൽ കണ്ടതാണ്, അദ്ദേഹത്തിനെ പോലെ ആവും, നിങ്ങളുടെ കൂടെ വരാം. ഇല്ലെങ്കിൽ എനിക്ക് ശരീരം ഉപേക്ഷിക്കണം. ആ സമയത്ത് നമ്മളോട് അദ്ദേഹത്തിന് വല്ലാത്തൊരു ഗുരുഭാവമായിരുന്നു. അപ്പം അത് എങ്ങനെ നേരിട്ട് എങ്ങനെ പറയണ പോലെ ഭാവത്തിൽ പറഞ്ഞതാണ്. ഞാൻ പറഞ്ഞു, ഞാൻ ചെന്ന് ഭഗവാന്റെ സന്നിധിയിൽ ചെന്ന് പറയാം, ഇപ്പോൾ പോവാനൊന്നും പാടില്ല, നിങ്ങൾ പോയാൽ തിരിച്ചു വരില്ല, അതുകൊണ്ട് ഇവിടെ തന്നെ ഇരിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കുറച്ചു നേരം കൂടെ ഇരുന്നു. പിന്നെയും പറഞ്ഞു. പിന്നെ അവസാനം ഞാൻ പറഞ്ഞ അനുമതി വാങ്ങിച്ച് നേരെ ആശ്രമത്തിൽ ചെന്നു, സന്നിധിയിൽ ചെന്നു, പറഞ്ഞിട്ട് തിരിച്ചു പോയി. കുറച്ചു നേരത്തിൽ ആ ജോലിക്കാരൻ വന്നിട്ട് പറഞ്ഞു, അയ്യാ ഉടമ്പ വിട്ടിട്ടായിരുന്നു. അതും പലഹാരമൊക്കെ കഴിച്ചങ്ങനെ ഇരുന്നുകൊണ്ട് ശരീരം വിട്ടു. സങ്കല്പം വന്നു, ശരീരം ഉപേക്ഷിക്കണമെന്ന് സങ്കല്പം വന്നു ഉള്ളില്. അപ്പോൾ ഈശ്വരാനുഗ്രഹം കൊണ്ടാണ് സാധിക്കുന്നത്, യോഗം കൊണ്ടുപോലും അല്ല. ഈശ്വരാനുഗ്രഹം കൊണ്ട് ഒരു ബുദ്ധിമുട്ടൊന്നും കൂടാതെ ചിലർക്ക് സാധിക്കണം. ചിലർക്ക് ഈശ്വര കൃപ അവർക്ക് മതി എന്ന് തോന്നുമ്പോൾ അങ്ങോട്ട് ഉപേക്ഷിക്കാം. അപ്പൊ ഇതിന് മുമ്പ് തന്നെ വാനപ്രസ്ഥമാണ്. അവിടെ വന്ന് ഭഗവതാരാധന ചെയ്തു, പ്രദക്ഷിണം ചെയ്തു, ധാരാളം ജപധ്യാനങ്ങൾ ചെയ്തു, നിരന്തരം ഭഗവത് സ്മരണയിലിരുന്നു. അല്ലാതെ എളുപ്പത്തില് കാക്കയിരിക്കുമ്പോ പനമ്പഴം വീണ പോലെയല്ല. കാക്കയിരുന്ന പഴം വീണു എന്ന് പറയുന്ന പോലെയല്ല. അത് എളുപ്പം എന്തോ ഒരു ചാൻസ് അല്ല. ദേ വർ പ്രിപ്പയർഡ് ഫോർ ദാറ്റ്. ഓമിത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യഃ പ്രയാതി ത്യജൻ ദേഹം സയാതി പരമാം ഗതിം എന്ന് ഭഗവാൻ യോഗം കൊണ്ട് ശരീരം വിടുന്നതിനെ പറഞ്ഞു. ചിലർക്ക് സാധിക്കാൻ, പലരും സാധിച്ചിട്ടുണ്ട്. ഇതൊക്കെ ഈ ക്ഷത്രിയകുലോത്തമന്മാരായിട്ടുള്ള രഘുവംശ രാജാക്കന്മാരിൽ പലരും ചെയ്തിരുന്നു എന്ന് രാമൻ പറയാണ് സീതയുടെ അടുത്ത്. അതുകൊണ്ടാണ് അവരൊക്കെ ഇതം തു അമൃതം പ്രാഹുഹോ, ഇതിനെ അമൃതം എന്ന് പറയുന്നു. നമ്മളുടെ രാജാക്കന്മാരായിട്ടുള്ളവര് രാജ്യസുഖമല്ല ഈ കാട്ടിലുള്ള വാസം. രാജ്യം വാ വനവാസോ മഹോദയ. മുകളില് സ്ഥലമുണ്ട്, ഇവിടെ മുമ്പ് ഒരു ചെയർ മുമ്പിലുണ്ട്. ഇങ്ങനെ രാമന്റെ ആ ദിവ്യത്വം, യോഗസ്ഥിതി കണ്ട് ഭരദ്വാജൻ, ഇന്നലത്തെ കഥ, ഭരദ്വാജ മഹർഷി വാൽമീകിയുടെ അടുക്കൽ ചെന്ന് ചോദിക്കുന്നതാണ് സന്ദർഭം. വാൽമീകി മഹർഷിയുടെ ശിഷ്യനാണ് നമ്മൾ പറഞ്ഞു. ആ ഭരദ്വാജ മഹർഷിയുടെ ചോദ്യത്തോടുകൂടിയാണ് വാസിഷ്ഠ രാമായണം ആരംഭിക്കുന്നത്. ഈ വാസിഷ്ഠം ആരാണ് അധികാരി ഇതിന് എന്ന് വെച്ചാൽ, അഹം ബദ്ധോ വിമുക്തസ്യാമി ഇതി യസ്യാസ്തി നിശ്ചയഃ നാത്യന്തമജ്ഞോ നോ തജ്ഞഃ സോസ്മിൻ ശാസ്ത്രേ അധികാരവാൻ. വളരെ വളരെ അദ്ഭുതമായ ഒരു ലക്ഷണമാണ് പറയുന്നത്. ഒരു വശത്ത് ഞാൻ ബന്ധത്തിൽ കിടക്കുന്നു എന്നറിയണം, ഇവിടെയുള്ള ദുഃഖം അറിയണം. മറ്റൊരു വശത്ത് ഇതിന് പരിഹാരമുണ്ട് എന്ന് അറിയണം. അതിൽ വിശ്വാസം വേണം.
ആരോഗ്യം പരമോ ലാഭഃ. വിശ്വാസഃ പരമം ബലം. പിന്നെ ആരോഗ്യം പരമോ ലാഭഃ വിശ്വാസഃ പരമം ബലം സന്തുഷ്ടി പരമം സൗഖ്യം നിർവാണം പരമം ധനം. അല്ലവാ? പരമം സുഖം. സന്തുഷ്ടി പരമം ധനം, നിർവാണം പരമം സുഖം. നോക്കൂ, ഈ ശ്ലോകം ചിലപ്പോൾ സുഭാഷിതത്തിലൊക്കെ കാണും. ഇത് ബുദ്ധൻ ധർമ്മപദത്തിൽ പറയുന്ന ഒരു കാര്യമാണ്. ആരോഗ്യം പരമോ ലാഭഃ. ആരോഗ്യം ഒരു ഗിഫ്റ്റാണെന്നാണ്. കിട്ടിയാൽ രക്ഷിച്ചോളണം. എല്ലാവർക്കും കിട്ടുമെന്ന് പറയാൻ വയ്യ. പൂർവജന്മ സുഹൃതം കൊണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് സംരക്ഷിച്ചോളൂ. ആരോഗ്യം പരമോ ലാഭഃ. ഏറ്റവും വലിയ പണം എന്താന്ന് വെച്ചാൽ കിട്ടിയത് കൊണ്ട് സന്തോഷപ്പെടുക. സന്തുഷ്ടി പരമം ധനം. ജീവിതത്തിൽ നമ്മളെ പിടിച്ചു കൊണ്ട് നടത്തുന്ന ഒരു പവറുണ്ട്. വിശ്വാസഃ പരമോനാഥഃ. ഒരു ശ്രദ്ധ. നിർവാണം എന്നൊരു പദമുണ്ട്. അതൊരു വിശ്വാസമാണല്ലോ, അല്ലേ? ഈശ്വര വിശ്വാസം ഇല്ല, പക്ഷെ സെൽഫ് റിയലൈസേഷൻ അതും വിശ്വാസമാണ്. ടിൽ യു അറ്റൈൻ ഇറ്റ്, ഇറ്റ് ഈസ് ഓൺലി എ ഫെയ്ത്ത്. നേടിയെടുക്കുന്നവരയ്ക്കും അത് ഉണ്ടെന്ന് എവിടെയോ ഒരു ഇൻറ്റ്യൂട്ടീവ് ഫീലിംഗ് ആണ്. എല്ലാവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ ആ നിർവാണം നേടിയെടുക്കാൻ സാധിക്കും. ഇവിടെ ദുഃഖത്തിനൊരു അറുതി വരുത്താൻ സാധിക്കും. ഈ ശോകത്തിനൊരു അവസാനം ഉണ്ടാവും ആ ജ്ഞാനം വരുമ്പോൾ, ആത്മജ്ഞാനം വരുമ്പോൾ എന്നുള്ള ഒരു വിശ്വാസം. അത് നമുക്ക് നാഥഃ. നിർവാണം പരമം സുഖം. നിർവിശേഷമായ സുഖമാണ് നിർവാണം. ആത്മജ്ഞാനം കൊണ്ടുവരുന്ന സുഖം സെൻസറി പ്ലഷർ അല്ല. ഇറ്റ് ഈസ് നോട്ട് മെന്റൽ പ്ലഷർ. ഇറ്റ് ഈസ് നോട്ട് ഇന്റലക്ച്വൽ പ്ലഷർ. ഇറ്റ് ഹാസ് നത്തിങ് ടു ഡു വിത്ത് ദ ഈഗോ. ഇറ്റ് ഈസ് സംതിങ് വെരി വെരി ഡീപ്പർ. അതുകൊണ്ട് സാമാന്യ ആളുകൾക്കൊക്കെ അത് ഒരു ഇൻറ്റ്യൂഷനിലൂടെ അറിയാനേ പറ്റുള്ളൂ. ഓ, നേടിയിട്ടുണ്ട് എന്ന്. എന്താന്ന് വെച്ചാൽ ശരീരത്തിൽ, ജ്ഞാനികൾക്കും ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. അതൊന്നും അവരെ ബാധിക്കാതെ അടിയിൽ അഗാധത്തില് ഏർപ്പെടുന്ന ഒരു സുഖത്തിനെയാണ് നിർവാണമെന്ന് പറഞ്ഞത്. അത് നേടിയെടുക്കുന്നവരെ നിൽക്കാതെയാണ് പല യോഗികളും പരിശ്രമിക്കുന്നത്. നിർവാണം നോക്കൂ, പരീക്ഷിത്ത് പോലും ഭാഗവതത്തിൽ അവസാനം പറയുന്നത് അതാണ്. പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയ. ഞാനിതാ ബ്രഹ്മനിർവാണത്തിൽ പ്രവേശിച്ചിരിക്കുന്നു, അവിടുന്ന് എനിക്ക് ഭയമില്ലാത്ത അവസ്ഥ കാണിച്ചു തന്നിരിക്കുന്നു. ഭയം അവിദ്യയുടെ ഒരു ലക്ഷണമാണ്. എന്തൊക്കെ ഭയമാണ്. മരണത്തിനെ ഭയം, വ്യാധിയെ ഭയം. ഒരു സാധാരണ ശ്ലോകം ചൊല്ലുമല്ലോ, ഭോഗേ രോഗഭയം, കുലേ ച്യുതിഭയം, വിത്തേ നൃപാലാത് ഭയം, മാനേ ദൈന്യഭയം, ബലേ രിപുഭയം, രൂപേ ജരായാ ഭയം, ശാസ്ത്രേ വാദിഭയം, ഗുണേ ഖലഭയം, കായേ കൃതാന്താത് ഭയം, സർവം വസ്തു ഭയാന്വിതം ഭുവി നൃണാം വൈരാഗ്യമേവ അഭയം. വൈരാഗ്യമേവ അഭയം. അപ്പൊ ഭയം സർവത്ര ഉണ്ട്. എന്തൊക്കെ ചെന്ന് പിടിച്ചാലും അത് നമ്മൾ വിട്ടുപോകുമെന്ന് ഭയമാണ്. ലോകത്തിലുള്ള സകല വസ്തുക്കളുടെയും സ്വഭാവം എന്താണെന്ന് വെച്ചാൽ എത്ര കണ്ട് നമുക്ക് സുഖം തരുന്നു അത്ര കണ്ട് ദുഃഖം തന്നു ഒരു ദിവസം വിട്ടിട്ട് പോകും. ഇതിപ്പോ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെ പേടിയാണ്. അത് ഉള്ളപ്പോഴും സുഖിക്കാൻ പറ്റില്ല, കാരണം പോകുമല്ലോ ഭഗവാനെ. പോയി കഴിഞ്ഞാൽ അനുശോകം, ഇരിക്കുമ്പോ പേടി. അപ്പൊ ഇതൊക്കെ ഭയമാണ്. പല വസ്തുക്കളെ കൊണ്ടുള്ള പേടിയാണ്. ഇതൊക്കെ കണ്ട് ഇതിൽ നിന്നൊക്കെ എങ്ങനെ രക്ഷപ്പെടും എന്ന് ചോദിക്കുകയാണ്. അറിവുള്ളവൻ ബുദ്ധിമുട്ടാതെ തന്നെ ചോദിക്കും. പക്ഷെ നമുക്ക് അത്രയൊന്നും കേൾപ്പില്ല. നമ്മള് ചൂട് വെച്ചിട്ട് വെള്ളം തെരഞ്ഞ് ഓടുള്ളൂ, അല്ലേ? ചൂട് നല്ലവണ്ണം കിട്ടിക്കഴിഞ്ഞ് വിഷമിച്ചിട്ട്
പിന്നെ അവിടെ വെള്ളം കിട്ടും എന്ന് ഓടും. തലയ്ക്ക് തീ പിടിച്ച ആള് വെള്ളം തെരഞ്ഞ് ഓടുന്ന പോലെ എന്ന് പറയാം. അപ്പോൾ ജീവിതത്തിൽ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ കണ്ട് 3 തരത്തിലുള്ള ആളുകളാണ്. ചിലര് ദുഃഖിക്കാതെ തന്നെ മറ്റുള്ളവരുടെ ദുഃഖം കണ്ട് വിവേകത്തിനെ ഉപയോഗിച്ച് ആ ദുഃഖത്തിൽ പെടരുത് എന്ന് പറഞ്ഞ് ആരംഭത്തിൽ തന്നെ ചാടിക്കളയും. അത് വളരെ അപൂർവം. അവരും പൂർവ്വജന്മത്തിൽ ദുഃഖിച്ചതിന്റെ ഡാറ്റ കളക്ഷൻ ഉണ്ടാവും ഉള്ളിൽ. അതുകൊണ്ടാണ് വൈരാഗ്യം കുട്ടിക്കാലത്തൊക്കെ വരുന്നത്, അല്ലാതെ ഒന്നും വരില്ല. ഒരുപാട് അനുഭവിച്ചതിന്റെ ദുഃഖത്തിന്റെ കളക്ഷൻ ഉണ്ടാവും ഉള്ളിൽ. ഇപ്പോൾ ഭഗവാൻ രമണ മഹർഷിയുടെ ജീവിതത്തിലൊക്കെ ഒരു മരണ അനുഭവം കൊണ്ട് ജ്ഞാനമുണ്ടായി. മരണ അനുഭവം എന്താന്ന് വെച്ചാൽ സകല ദുഃഖങ്ങളുടെ ഇന്റൻസിറ്റി ഒരു ക്ഷണ നേരത്തേക്ക് അനുഭവിച്ചു, അത്രയേ ഉള്ളൂ. കുറച്ചു നേരത്തേക്ക്. എന്നിട്ട് ചോദിച്ചു, ഈ ദുഃഖത്തിനൊക്കെ ഇരിപ്പിടമായി ശരീരം ഞാനാണോ? അല്ല. ഈ ദുഃഖമൊക്കെ എൻ്റെ ആണെന്ന് പറയണ മനസ്സ് ഞാനാണോ? അല്ല. പിന്നെ ഈ ഞാൻ എന്താണ്? ഞാൻ എന്ന് പറയുന്നത് ആരാണ്? ഉള്ളിൽ ആഴ്ന്നു മുങ്ങി. അവിടെ ശരീരമോ മനസ്സോ ഞാൻ എന്ന് പറയുന്ന വ്യക്തിത്വമോ ഇല്ലാത്ത ശുദ്ധമായ ചേതന ബോധം ഉള്ളില് അഹമഹമെന്ന് പ്രകാശിച്ചു. അത് നിർവാണമാണ്. എത്ര എളുപ്പം നോക്കൂ. ബുദ്ധനെ പോലെ 6-7 വർഷം ബുദ്ധിമുട്ടിച്ച് കഷ്ടപ്പെട്ട ശേഷം ഒരു മരം കണ്ടുപിടിച്ച് ഇരുന്നൊന്നുമില്ല. ഇല്ലേ? അത്ര എളുപ്പമാണെന്നാണ് വേദാന്തം പറയണത്. അയ്യേ അതിസുലഭം ആത്മവിത്തൈ അയ്യേ അതിസുലഭം. ഒരുപക്ഷെ മഹർഷിയെ പോലെ ഇങ്ങനെ ആരും പാടിയിട്ടില്ല. അത്ര സുലഭം. നൊയ്യാർ തമക്കും ഉളം കയ്യാമലകക്കനി പൊയ്യായൊഴിയ മികുമെയ്യായുള്ളത് ആൺമാ. കയ്യിലിരിക്കുന്ന നെല്ലിക്ക, ഹസ്താമലകം എന്ന് നമ്മൾ പറയും, അതുപോലെ ഒരു ഡിസ്റ്റൻസ് ഉണ്ട്. കയ്യാമലകക്കനി പൊയ്യായൊഴിയ മികുമെയ്യായുള്ളത്, പരമസത്യമായി സ്വയം പ്രകാശമായി അപരോക്ഷമായി ഉള്ളിൽ വിളങ്ങുന്നു ആത്മാ. അയ്യേ അതിസുലഭം, വളരെ സുലഭമാണ്. അത് പെട്ടെന്ന് അങ്ങോട്ട് കണ്ടെത്തിയത് കൊണ്ട് എല്ലാവരോടും വളരെ എളുപ്പം എന്ന് പറഞ്ഞു. അപ്പൊ ഈ വിഷമം ദുഃഖം ഒക്കെ മുമ്പിലുണ്ടെന്നൊരു വശത്ത് കാണുന്നു. മരണത്തിനെ കണ്ടു, മരണമില്ല എന്ന് കണ്ടു. അതേപോലെ ദുഃഖം കണ്ടു, ദുഃഖമില്ല എന്ന് കണ്ടു. ദുഃഖമില്ലാത്ത ദഹ്രം വിപാപം പരമേഷ്മഭൂതം യത് പുണ്ടരീകം പുരമധ്യസഗ്രസ്ഥം തത്രാപി ദഹ്രം ഗഗനം വിശോകഃ തസ്മിൻ യദന്തസ്തദുപാസിതവ്യം. ഹൃദയത്തിലൊരു ഗുഹ, ആ ഗുഹയിൽ ശോകത്തിന് പ്രവേശമില്ലാത്ത ഒരു ആകാശമുണ്ട്, അതിനെ ഉപാസിക്കൂ എന്നാണ് ശ്രുതി. ഇപ്പൊ ഞങ്ങളൊക്കെ സന്യാസികളൊക്കെ വരുമ്പോൾ, യതികൾ വരുമ്പോൾ പൂർണ്ണകുംഭമൊക്കെ കൊടുക്കുമ്പോൾ ഇതാണ് മന്ത്രം പറയാം. ന കർമ്മണ ന പ്രജയ ധരേന് ത്യാഗേനൈകെ അമൃതത്വമാനശോ. കർമ്മം കൊണ്ടോ പണം കൊണ്ടോ പുത്രോത്പാദനാദികൾ കൊണ്ടോ ഒന്നും പരമസൗഖ്യമില്ല, ത്യാഗം കൊണ്ടേ സൗഖ്യമുള്ളൂ എന്ന് പറഞ്ഞ ആ മന്ത്രം. ഇതൊക്കെ ഞങ്ങളെ ബഹുമാനിക്കാനാണെന്നാണ് നിങ്ങൾ വിചാരിക്കുക. പക്ഷെ അത് വാസ്തവത്തിൽ ഓരോരിക്കലും ഞങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങൾ ഓർത്തോളുക, വേദാന്ത വിജ്ഞാന സുനിശ്ചിതാർത്ഥാഹ സന്യാസയോഗാത് യതയശുദ്ധ സത്വാഹ. അതുകൊണ്ട് ഓരോരിക്കൽ പറയുമ്പോഴും ഞാൻ ശ്രദ്ധയോടെ കേൾക്കും. എന്താന്ന് വെച്ചാൽ അത് മനനമാണ്, നിധിധ്യാസനമാണ്. മറന്നുപോകരുത് കേട്ടോ എന്നാണ്. അപ്പോ അത് മറന്നു കളയരുത്. ഇതിനാണ് ഈ യതിധർമ്മം. ഇങ്ങനെ ത്യാഗമാണ് അതിൻ്റെ അടിവേര്, വേദാന്ത വിജ്ഞാനമാണ് അതിൻ്റെ തടി, നിർവാണം അതിൻ്റെ ഫലമാണ്. അപ്പോ ഇത് അറിഞ്ഞുകൊണ്ട് വേണം ഈ സത്യദർശനത്തിന് വേണ്ടി യത്നിക്കാം. ഇപ്പോ യോഗവാസിഷ്ടത്തിന് വേദാന്തമാണ്, ശങ്കരാചാര്യർ പറഞ്ഞതും വേദാന്തമാണ്, രമണ മഹർഷി പറഞ്ഞതും വേദാന്തമാണ്. ആർക്കും സ്വതന്ത്രമായിട്ട് പുതിയ ഒരു ടീച്ചിങ് ഒന്നുമില്ല. മഹർഷിയും അക്ഷരമണമാലയൊക്കെ പറഞ്ഞിട്ട് വേദാന്തത്തെ വേറെ വിളങ്കും വേദപ്പൊരുൾ എന്നാണ് പറഞ്ഞത്. ഇത് വേദാന്തമാണ്.
പക്ഷെ എല്ലാവർക്കും അവരവരുടേതായ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പൊ ശങ്കരാചാര്യർ പറയുമ്പോൾ പൂർവപക്ഷം, സിദ്ധാന്തം, പല മതങ്ങള്, ഖണ്ഡന മണ്ഡനാദികളൊക്കെ അതിനകത്തേക്ക് വേണ്ടി വന്നു. ഭാഷ്യത്തില് പ്രകരണ ഗ്രന്ഥങ്ങൾ അതൊന്നുമില്ല. യോഗവാസിഷ്ടത്തില് ശങ്കരാചാര്യർ വളരെ ഷാഠ്യമായിട്ട് പറയും ആത്മജ്ഞാനത്തിന് സന്യാസം വേണം, സർവസംഗ പരിത്യാഗം വേണമെന്ന് പറയും. എന്താന്ന് വെച്ചാൽ അദ്ദേഹം ആ വൈദികമായ സമ്പ്രദായത്തിൽ വഴിയിൽ വന്നത്. യോഗവാസിഷ്ടത്തില് പറയും ആർക്കും ആവാം, എവിടെയും ആവാം. ഇതിപ്പോ രണ്ടുപേരും സമ്മതിക്കാത്ത കാര്യമൊന്നുമല്ല, അവരൊരു സാന്ദർഭികമായിട്ട് പറയാണ്. ഭഗവാൻ രമണ ഭഗവാന്റെ അടുത്ത് ചോദിക്കുമ്പോൾ ഗൃഹസ്ഥന് ആത്മജ്ഞാനം സാധിക്കുമോ? അപ്പൊ ആത്മാവില് ഗൃഹസ്ഥൻ സന്യാസിയൊന്നുമില്ല, അത് നിങ്ങളുടെ സ്വരൂപമാണ്, എവിടെയാണെങ്കിലും അറിയാം, സാക്ഷാത്കരിക്കും. ആ ജ്ഞാനം വരുമ്പോൾ ഇറ്റ് ഈസ് പ്യുവർ ഇന്റലിജൻസ്. അത് തനിയെ ഒരു സിംപ്ലിസിറ്റി കൊണ്ടുവരും. അത് അതിൻ്റെതായ ഒരു സിംപ്ലിസിറ്റി അത് കൊണ്ടുവരും. പലതും തനിയെ വീണു പോകും, വെളിച്ചം വരുമ്പോൾ ഇരുട്ട് പോകും. ശങ്കരാചാര്യരും അങ്ങനെയാണ് പറഞ്ഞത്, സന്യാസ പര്യവസാനാഹി ബ്രഹ്മവിദ്യ. അപ്പൊ അറിവിന്റെ മൂത്ത ഫലമാണ് അത്ര സന്യാസം. അപ്പൊ സന്യാസം എന്ന് വെച്ചാൽ ഈ ബാഹ്യമായ കാഷായാദികളൊന്നും അല്ല, ഇതൊക്കെ വൈദിക ലിംഗങ്ങളാണ്. സന്യാസം എന്ന് വെച്ചാൽ ജ്ഞാനമാണ്. ഗീതയിലൊക്കെ സന്യാസ യോഗം എന്ന് ഭഗവാൻ പറയുന്നുണ്ട്. അത് ജ്ഞാനമാണ്, ആത്മജ്ഞാനമാണ്. അതിന് സബ്സ്റ്റിറ്റ്യൂട്ടൊന്നുമില്ല. ബാഹ്യമായ സന്യാസാശ്രമം എന്ന് പറയുന്നത് വൈദികമായ ഒരു സമ്പ്രദായ വിശേഷമാണ്. അത് ഇതിന് ഒരു വഴിയാവാം, നേടിയെടുത്തവരുടെ ലിംഗമാവാം, എന്തു വേണമെങ്കിലാവാം. അതിനെ ചിലരൊക്കെ അനുസരിച്ചു, ചിലരനുസരിച്ചില്ല. ഇപ്പൊ രമണ മഹർഷി അത് പറയുമ്പോൾ എല്ലാവർക്കും ആവാമെന്ന് പറഞ്ഞുവെങ്കിലും അദ്ദേഹം അനുസരിച്ചു. മഹർഷി പരമഹംസ ധർമ്മത്തിനെ സ്വീകരിച്ചു, പരമഹംസനായിട്ട് തന്നെയാണല്ലോ വരുന്നത്. വാസിഷ്ഠത്തില് നമുക്ക് ആർക്കൊക്കെ ആണെങ്കിലും ഏതാശ്രമത്തിൽ എവിടെ ഇരിക്കുന്ന ആൾക്കും ഈ ജ്ഞാനം സാധിക്കാം, എവിടെയും ജ്ഞാനികളാവാം. നിങ്ങൾക്ക് ഈ സത്യം അറിഞ്ഞ് സ്വതന്ത്രമായി സൗഖ്യമായി നിങ്ങളുടെ കുടുംബത്തിലോ പ്രാരബ്ധ കർമ്മങ്ങളുടെ നടുക്കോ ഒരുവിധ കളങ്കം കൂടാതെ ഇരിക്കാൻ സാധിക്കും, ബാധ കൂടാതെ ഇരിക്കാൻ സാധിക്കും എന്നുള്ള സിദ്ധാന്തമാണ് വാസിഷ്ഠത്തിൽ. പക്ഷേ അതോടുകൂടെ വിവേക, വൈരാഗ്യ, ശമദമാദി സകല സാധന സാമഗ്രികളും വാസിഷ്ഠത്തിൽ കൊണ്ടുവന്നു. ഭഗവാൻ രമണ ഭഗവാൻ ഒരിക്കല് പറഞ്ഞു, യോഗവാസിഷ്ഠത്തിനെ കുറിച്ച് ചോദിച്ചപ്പോഴാണ് തോന്നുന്നു, ഭഗവാൻ പറഞ്ഞു ആത്മജ്ഞാനത്തിന് പുസ്തകങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ വാസിഷ്ഠമൊന്നു പോരെ, വാസിഷ്ഠമൊന്നു മതി എന്നാണ്. അതിന്റെ സമ്പ്രദായം അങ്ങനെയാണ്, അത്യദ്ഭുതമായ. സ്വാമി രാമതീർത്ഥൻ പറഞ്ഞു, സൂര്യന് ചുവട്ടിൽ, സൃഷ്ടിക്ക് ശേഷം സൂര്യന് ചുവട്ടിൽ ഇതുപോലൊരു ഗ്രന്ഥം വന്നിട്ടില്ല എന്ന്. അപ്പോ അത്രയും ഒരു വലിയ പദവിയെ വാസിഷ്ഠത്തിന് കൊടുത്തിട്ടുണ്ട്. സമ്പ്രദായമായി ശങ്കരവേദാന്തത്തിൽ പലപ്പോഴും വാസിഷ്ഠം എടുക്കില്ല, പക്ഷെ വിദ്യാരണ്യ മുനി തൊട്ട് തുടങ്ങി എല്ലാവരും വാസിഷ്ഠത്തിനെ എടുക്കാറുണ്ട്. ഇങ്ങനെ എന്തായാലും ഇപ്പോ ഇതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അധികാരി ആരാണെന്ന് വെച്ചാൽ, ഫസ്റ്റ് യു സീ ദി ഡിഫിക്കൽട്ടി ഇൻ വിച്ച് യു ഹാവ് കം ഡ്യൂ ടു ഇഗ്നറൻസ്. You have imprisoned yourself. Aham baddha. അപ്പോ അത് കാണുമ്പോഴേ ശക്തി വരുള്ളൂ. ഈ അധ്യാത്മത്തിലുവേ സത്സംഗത്തിന് വരണവരിലേ വളരെ സിൻസിയറായിരിക്കും ചിലർ. ഓടി ഓടി എവിടെ നിന്നൊക്കെ ഓടി വരും, എത്രയോ വിഷമിച്ച് വരും. ചെന്നൈയിൽ നിന്ന് ഇങ്ങോട്ട് സ്കൂട്ടറൊക്കെ ഓടിച്ചു വന്ന ആളുണ്ട് സത്സംഗത്തിന്. അപ്പോൾ എന്താ വേഗത്തിന് കാരണം എന്ന് വെച്ചാൽ, എവിടെയോ ഒരു വശത്ത് അതിതീവ്രമായ ദുഃഖമുള്ളിൽ വന്നിട്ടുണ്ട്. അതിന് മറുമരുന്ന് തീർത്ഥമാണത്, ഔഷധമാണതെന്ന് കണ്ടു. ബ്രഹ്മൻ വചസ്തേ അമൃതം ഔഷധം മേ. ഭാഗവതത്തില് രഹൂഗണൻ പറഞ്ഞു ജഡഭരതന്റെ അടുത്ത്,
ഈ നല്ല കൊടും വേനലിലും മഴ പെയ്ത പോലെ ഉണ്ട്. അവിടുത്തെ വാക്ക് എനിക്ക് അമൃതമായി ഔഷധമായിട്ടിരിക്കുന്നു. അപ്പോ എന്താന്ന് വെച്ചാൽ കുദേഹമാനാഹി വിദഷ്ടദൃഷ്ടേഹേ ബ്രഹ്മൻ വചസ്തേ അമൃതം ഔഷധം മേ. ദേഹാഭിമാനം കൊണ്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്ന എനിക്ക്, അതിൻ്റെ വിഷമങ്ങൾ അനുഭവിക്കുന്ന എനിക്ക് അവിടുത്തെ വാക്ക് അമൃതമായി ഔഷധമായിട്ട് തീരുന്നു. അപ്പൊ അത്തരത്തില് ഉള്ളിലൊരു ഭാവം, ഒരു വശത്ത് നമ്മളുടെ ദുഃഖവും ശോകവും ഒക്കെ കണ്ടു. പലപ്പോഴും ആ ഡീപ്പ് സിൻസിയറിറ്റി അധ്യാത്മത്തിൽ, യു ബിക്കം ഡീപ്ലി ഹോണസ്റ്റ്, സ്പിരിച്വൽ. യുവർ സീക്കിംഗ് ഈസ് ഓൺലി ഫോർ the sake of finding peace. That kind of intensity comes when there is suffering on one side. You know that there is suffering. You have seen it. ദുഃഖത്തിനെ കണ്ടു ഒരു വശത്ത്. അപ്പോഴാണ് വളരെ വളരെ ഹോണസ്റ്റ് ആയിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഉണ്ടല്ലോ പല ആളുകളും വിചാരിക്കുന്നത് സത്സംഗമൊക്കെ ഒരു കച്ചേരി പോലെ, ഒരു എന്റർടൈൻമെന്റ് ആണെന്നാണ്. ചിലരൊക്കെ വന്ന് കഴിഞ്ഞിട്ട് പറയും നമ്മുടെ അടുത്ത് വളരെ നന്നായിരുന്നു. എന്താ, ഒരു ആസ്വാദനാണ്. അതൊരു പല കാര്യങ്ങൾ കേൾക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഇതും. അപ്പോ എപ്പോ ഈ സത്യദർശനത്തിന് വേണ്ടിയുള്ള വാഞ്ച പരമാർത്ഥലാഭത്തിന് വേണ്ടി ആയിട്ട് തീരണോ, അപ്പോ ഒരു പ്രത്യേക ശക്തി ഉണരും. അപ്പോഴാണ് യോഗികൾ പറയുന്ന ഈ കുണ്ടലിനിയൊക്കെ ഉണരുന്നത്. അല്ലാതെ കുണ്ടലിനിയൊന്നും ടെക്നിക്ക് കൊണ്ടൊന്നും ഉണരില്ല, മുമുക്ഷുത്വം കൊണ്ടാണ് ഉണരുന്നത്. ടെക്നിക്ക് കൊണ്ടൊക്കെ ഉണരും എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ പറ്റിക്കപ്പെടും. എനിക്കറിയാം, ചുറ്റി വെച്ചിട്ട് സ്പൈനിന്റെ ചുവട്ടിൽ അടിച്ച കഥയൊക്കെ എനിക്കറിയാം, കുണ്ടലിനി ഉയർത്താനായിട്ട്. അതുകൊണ്ട് വേണ്ടാത്ത ഇടത്ത് പോയി പെട്ടുപോകും നമ്മൾ. അപ്പോൾ കുണ്ടലിനി എന്നൊക്കെ പറയുന്ന ശക്തി എന്താ? നമ്മളുടെ ഇച്ഛാശക്തി, പ്രാണശക്തിയുടെ മൂലരൂപമാണത്. മുഖ്യപ്രാണൻ എന്നാണ് അതിന് ശ്രൗതമായ പേര്. ആ മുഖ്യപ്രാണൻ ഉണരുന്നത് എനിക്ക് ഭഗവാനെ വേണം, അല്ലെങ്കിൽ ആത്മജ്ഞാനം വേണം, ശാന്തി വേണം. യശ പ്രഭൃതിനാ യസ്മൈ വിനാ. വാസിഷ്ഠം പറയുന്ന ഒരു അദ്ഭുതമായ ഒരു കാരണമാണ്. ഒരു ഫെയിമിന് വേണ്ടിയിട്ടോ ഒരു പ്രസിദ്ധിക്ക് വേണ്ടിയിട്ടോ അല്ലാതെ ആര് ഈ വിദ്യയിലേക്ക് വരണോ, അവർക്ക് അറിയാനേ പാടില്ല. ഇത് ലോകപ്രസിദ്ധമാവാൻ വേണ്ടിയിട്ടുള്ള കാര്യമൊന്നും അല്ലാതെ, അതല്ലാതെ സത്യദർശനത്തിന് വേണ്ടി മാത്രമായിട്ട് എനിക്ക് ഒരാൾക്കും കാണിച്ചു കൊടുക്കാനല്ല. അങ്ങനെ ഒരു ഹോണസ്റ്റി ഒരാളുടെ ഉള്ളിൽ വരികയാണെങ്കിൽ, ആർജവം എന്ന് പറഞ്ഞല്ലോ, ആ ആർജവ ബുദ്ധി വരികയാണെങ്കിൽ ആ എനർജി മതി നമുക്ക് സത്യദർശനത്തിന്. അത് വരണമെങ്കിൽ ഉണ്ടല്ലോ, ആദ്യം അറിയണം നമ്മൾ പെട്ടുകിടക്കുന്ന സ്ഥലം കാണണം. ജന്മമൃത്യുജരാ വ്യാധി ദുഃഖദോഷാനുദർശനം. ഇവിടെ ജനനം, മരണം, വ്യാധി, നമ്മളുടെ കുടുംബത്തിലുള്ള വിഷമങ്ങള്, മനുഷ്യന്റെ അപാകത കൊണ്ടുള്ള ദുഃഖങ്ങള്, അപക്വത കൊണ്ടുള്ള ദുഃഖങ്ങൾ, ഇതൊക്കെ കണ്ടു കഴിയുമ്പോൾ നമ്മളെ തന്നെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ലജ്ജ തോന്നുക. അയ്യേ, ഇത് ഒക്കെ ശരിയാക്കി വെടുപ്പാക്കി എടുക്കണം, ഉള്ള ഈ ദോഷങ്ങളൊക്കെ നിവർത്തിപ്പിക്കണം, ശാന്തമാവണം എന്ന് ഉള്ളിലൊരു ശക്തി വരുമ്പോൾ നാത്യന്തമജ്ഞ, മൊത്തത്തിൽ അയാൾ അജ്ഞാനിയല്ല, ന തജ്ഞ, അവൻ ജ്ഞാനിയുമല്ല. ജ്ഞാനിയായാൽ ഈ ശാസ്ത്രം വേണ്ട. ഒറ്റയടിക്ക് അയാൾ അജ്ഞാനിയാണെങ്കിൽ അയാൾക്ക് ഇത് പ്രയോജനപ്പെടില്ല. പക്ഷേ അയാൾ വിവേകിയാണ്, മുമുക്ഷുവാണ്, അയാൾക്ക് ഈ ശാസ്ത്രം അധികാരവാൻ, അയാൾ ഈ ശാസ്ത്രത്തിന് അധികാരിയാവുന്നു. ഇങ്ങനെ പറഞ്ഞ് ശാസ്ത്രം ആരംഭിക്കുകയാണ്. ഭരദ്വാജ മഹർഷിയുടെ കഥ പറഞ്ഞു. നമ്മൾ രാമനെ കണ്ടു, രാമന്റെ വൈഭവം കണ്ടു, രാമന്റെ സന്നിധിയിലുള്ള ശാന്തി കണ്ടു, ആശ്ചര്യപ്പെട്ടു. എല്ലാവർക്കും രാമന്റെ അടുത്തുള്ള ആകർഷണം അത്ഭുതമാണ് രാമായണത്തിൽ. രാമനോ വളരെ സാധാരണ മനുഷ്യരും, പക്ഷെ വാനരന്മാര് മുതൽക്ക് എല്ലാവർക്കും എന്തുകൊണ്ടൊരു ആകർഷണമാണ്. അപ്പൊ അതൊരു അദ്ഭുതമായ ഒരു ചരിത്രമാവശത്ത്. അപ്പൊ ഇത് കണ്ടിട്ട് ഭരദ്വാജൻ ചെന്ന് ചോദിക്കുകയാണ് വാൽമീകിയുടെ അടുത്ത്, ഗുരുമാസീനമേ കാന്തേ. നോക്കൂ, അദ്ഭുതമായ ചിത്രം.
കാട്ടില് വനാന്തരത്തിൽ ചിത്രകൂടത്തിനടുത്തായിട്ട് വാൽമീകിയുടെ ആശ്രമമുണ്ട്. അധ്യാത്മരാമായണത്തിൽ വാൽമീകിയുടെ അടുത്താണ് രാമൻ ചെന്ന് ചോദിക്കുന്നത്, ഞാൻ എവിടെയാണ് താമസിക്കേണ്ടത്? ചിത്രകൂടത്തിൽ എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം കാണിച്ചു തരൂ. വാൽമീകി രാമായണത്തിൽ വാൽമീകിയെ കണ്ടു എന്നിങ്ങനെ പറഞ്ഞു പോവുകയാണ്. അധ്യാത്മരാമായണത്തിൽ വാൽമീകിയുടെ അടുക്കൽ ചെന്ന് ചോദിക്കണം, എനിക്ക് താമസിക്കാൻ സ്ഥലം പറയൂ എന്ന് പറയുമ്പോൾ വാൽമീകി പറയണത്, രാഗദ്വേഷമില്ലാതെ മതമാത്സര്യമില്ലാത്ത ഭക്തന്മാരുണ്ടല്ലോ, അവരുടെ ഹൃദയം തേ ഗൃഹം. അപ്പാർട്ട്മെന്റാണ്. താമസിക്കാൻ സ്ഥലം ചോദിച്ചപ്പോൾ പറഞ്ഞു, കാമക്രോധങ്ങളില്ലാത്തവരുടെ ഹൃദയത്തിൽ താമസിക്കൂ, രാഗദ്വേഷമില്ലാത്തവരുടെ ഹൃദയത്തിൽ താമസിക്കൂ, ആത്മജ്ഞാനികളായിട്ടുള്ളവരുടെ ഹൃദയത്തിൽ താമസിക്കൂ എന്ന് പറഞ്ഞു. ഇത് അധ്യാത്മരാമായണം. ഇപ്പൊ വാൽമീകിയുടെ ആശ്രമം അവിടെയാണ്. വാൽമീകിയുടെ അടുത്തേക്ക് ഭരദ്വാജൻ ചെല്ലുകയാണ്. ഗുരുമാസീനമേകാന്തേ വാൽമീകിം സർവദർശനം പപ്രച്ഛ പ്രണതോ ഭൂത്വാ ഭരദ്വാജോ മൃദുസ്വരം. ഈ ശ്ലോകങ്ങൾ കാണുമ്പോൾ നമുക്കറിയാം, റിസർച്ച് ആളുകളുണ്ടല്ലോ, അവർക്ക് ഇടയ്ക്കിടയ്ക്ക് തലച്ചൊറിയും. അവര് പറയും, ഈ വാൽമീകി എഴുതിയതല്ല വാസിഷ്ഠം എന്ന് പറയും. ഇപ്പൊ ഉത്തരരാമായണം തന്നെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ വാൽമീകി എഴുതിയതല്ല എന്ന് ശഠിക്കുന്നവരുണ്ട്. ഉത്തരരാമായണം വാൽമീകി രാമായണം പൂർവത്തോടുകൂടി അവസാനിച്ചു, നല്ല മംഗളമായിട്ട് അവസാനിച്ചു, പട്ടാഭിഷേകത്തോടുകൂടി അവസാനിച്ചു. ആരും ഉത്തരരാമായണ കഥയൊന്നും പറയാറില്ല, ആർക്കും ഇഷ്ടാവൂല. അതുകൊണ്ട് മംഗളമായിട്ട് അവിടെ പട്ടാഭിഷേകത്തോടുകൂടെ രാമായണം സമാപിച്ചു കഴിഞ്ഞു. പിന്നെ ഇങ്ങനെ എടുക്കുന്ന ഉത്തരരാമായണത്തിന്റെ ഭാഷയെ വ്യത്യാസമാണ്, അതിന്റെ രീതികൾ വ്യത്യാസമാണ്. അതുകൊണ്ട് റീസെന്റ് ആയിട്ട് വളരെ വലിയ ഒരു വിദ്വാൻ രംഗൻജി, കൃഷ്ണപ്രഭി സ്വാമിയുടെ മകൻ, അദ്ദേഹം ഒരു റിസർച്ച് എഴുതി, ഉത്തരരാമായണം വാൽമീകി രചിതമല്ല, അത് പിന്നീട് എഴുതപ്പെട്ടതാണെന്നൊരു പുസ്തകം എഴുതി. നമ്മളതിനൊരു ആമുഖം എഴുതി കൊടുത്തിട്ടുണ്ട്, അതിനൊരു ഫോർവേഡും എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോ വാൽമീകി വിരചിത, അപ്പൊ ഇത് വാസിഷ്ഠത്തിനെ കുറിച്ചും ചർച്ച വരും. പക്ഷെ ഈ ഭാഷ കാണുമ്പോൾ നമുക്കറിയാം, ഗുരുമാസീനമേകാന്തേ വാൽമീകിം സർവദർശിനം പപ്രച്ഛ പ്രണതോ ഭൂത്വാ ഭരദ്വാജോ മൃദുസ്വരം. വളരെ മൃദുസ്വരത്തിൽ ഭരദ്വാജൻ വാൽമീകിയോട് ചോദിക്കുകയാണ്. ഭഗവൻ വാൽമീകി ഏകാന്തമായി ഇരിക്കുമ്പോഴാണ് ചെന്ന് ചോദിക്കുന്നത്. അപ്പോ ഒരു സത്സംഗം വേണമെങ്കിലുണ്ടല്ലോ, ഗുരു നിത്യാനുഷ്ഠാനമൊക്കെ കഴിഞ്ഞു, നല്ല റെസ്റ്റ്ഫുള്ളായിട്ട് ഇരിക്കുകയാണ്, ആ സമയം നോക്കിയിട്ട് വേണം പോയിട്ട് ചോദിക്കാൻ. ചിലർ നമ്മളെയൊക്കെ ബസ് സ്റ്റാൻഡിൽ റോട്ടിലൊക്കെ നിർത്തി ഒരു സംശയം ചോദിക്കാനുള്ളൂ, ഒരു മര്യാദയില്ലാതെയാണ് ചിലപ്പോൾ വഴിയിലൊക്കെ നിന്നിട്ട് ഒരു സംശയം ചോദിക്കാനുണ്ടെന്ന് പറയുന്നത്. അപ്പോ ഭഗവൻ ജ്ഞാതുമിച്ഛാമി കഥം സംസാര സങ്കടേ രാമോ വ്യവഹൃതോ ഹി അസ്മിൻ കാരുണ്യാത് ബ്രൂഹി മേ ഗുരോ. നല്ല ചോദ്യം. ഭഗവാനെ, അഹം ജ്ഞാതുമിച്ഛാമി, എനിക്ക് അറിയാൻ വലിയ ആഗ്രഹമുണ്ട്, ഈ സങ്കടമായ സംസാരത്തിൽ, ഇവരൊക്കെ കാട്ടിലിരിക്കണവരാണ്, സൗഖ്യമായിട്ടിരിക്കണവരാണ്, നമുക്ക് തന്നെ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഈ സങ്കടമായ സംസാരത്തിൽ രാമനെ എങ്ങനെ വ്യവഹരിച്ചു? കൃപയാ കരുണ കൊണ്ട് എനിക്കൊന്ന് പറഞ്ഞു തന്നാൽ വേണ്ടില്ല. എങ്ങനെയാ രാമൻ ഇങ്ങനെ, രാമന്റെ ആന്തരിക അയനം അവിടുന്ന് പറഞ്ഞില്ലല്ലോ, രാമായണം എഴുതി. അപ്പൊ രാമന്റെ ഉള്ളിലുള്ള അയനം ചോദിക്കുകയാണിപ്പോ. രാമൻ, ആ ഉള്ളിലുള്ള മഹിമ എന്താണ് രാമന്റെ? വാൽമീകി വളരെ സന്തുഷ്ടനായി, സാധുവത്സ ഭരദ്വാജ യോഗ്യോസി കഥയാമി തേ ശ്രുതേന യേന സമ്മോഹമലം ദൂരേ കരിഷ്യസി. ഹേ ഭരദ്വാജ, ഹേ സാധു, നീ ചോദിച്ചത് വളരെ നല്ലത്, വളരെ മംഗളമായ കാര്യമാണ് ചോദിച്ചത്. നിനക്ക് യോഗ്യതയുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. ഇതൊന്ന് കേട്ട് കഴിഞ്ഞാൽ എന്താ പ്രയോജനം? ശ്രുതേന യേന സമ്മോഹമലം, മോഹം, അവിദ്യ, ഇഗ്നറൻസ്, ഡെലൂഷൻ,
നമ്മളുടെ ദുഃഖത്തിന് മുഴുവൻ കാരണമായിട്ടുള്ള മോഹം. സത്സംഗം കൊണ്ടതാണല്ലോ. സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം. മോഹം എന്ന് വെച്ചാൽ അവിദ്യ. അവിദ്യ നീങ്ങിക്കഴിയുമ്പോൾ നിശ്ചല തത്വം, നിശ്ചലമായ ആത്മതത്വത്തിനെ സാക്ഷാത്കരിക്കുന്നു ജീവൻ മുക്തി. അപ്പോ സമ്മോഹമലം, ഉള്ളിലുള്ള മോഹമാവുന്ന മലത്തിനെ ദൂരെ കരിഷ്യസി, ആ മലം അങ്ങോട്ട് നീക്കിക്കളയും. ഈ ജീവിതത്തിൽ ദുഃഖിക്കാത്തവര് ആരുമില്ല. ഒരുപാട് ദുഃഖങ്ങളുണ്ട്. പല ദുഃഖങ്ങളും വന്നു കഴിയുമ്പോൾ ഭഗവാനെ ഇതൊന്നും പുറത്തു വന്നാൽ വേണ്ടില്ല എന്ന് തോന്നും. നമ്മള് പുറമേക്കാണ് പരിഹാരം തേടുക. പക്ഷെ ഇപ്പൊ നോക്കൂ, ചില ദുഃഖങ്ങളൊക്കെ, ഒരാൾ മരിച്ചു, വലിയ ദുഃഖം വന്നു, ഇനി പുറത്തൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, അല്ലേ? തസ്മാത് അപരിഹാരിയേ അർത്ഥേന ത്വം ശോചിത്തും അർഹസി. ചില ദുഃഖങ്ങളൊക്കെ യു ക്യാൻ സോൾവ്, സർട്ടൻ സോറോസ് യു ക്യാൻ സോൾവ്, സർട്ടൻ സോറോസ് യു ഹാവ് ടു ഡിസോൾവ്. പുറത്ത് സൊല്യൂഷൻ ഇല്ല, ഉള്ളില് അതിനെ നിവർത്തിപ്പിക്കണം. അതിനെക്കുറിച്ചുള്ള ഓർമ്മ, അതിനെക്കുറിച്ചുള്ള ചിന്ത, അതിനെക്കുറിച്ചുള്ള വിഷമങ്ങള്, വേദനകൾ ഉള്ളിൽ നിന്ന് എടുത്തു കളയണം. അതാണ് വലിയ കാര്യം. മനസ്സിൽ നിന്നും ആ ദുഃഖങ്ങളെ നിവർത്തിപ്പിക്കണം. ഭ്രമസ്യ ജഗതസ്യാസ്യ ജാതസ്യ ആകാശവർണവത് അപുനസ്മരണം സാധോ മന്യേ വിസ്മരണം വരം. ഈ ശ്ലോകമൊക്കെ അമൃതമാണ്. വാൽമീകി പറയാണ്, ഹേ സാധു, ഈ ദുഃഖമൊക്കെ ഭ്രമം കൊണ്ടുണ്ടായതാണ്. ഭ്രമസ്യ അസ്യ ജഗതഃ, ഈ സംസാരത്തിന്, ജഗത്ത് എന്ന് വെച്ചാൽ ഇവിടെ സംസാരം എന്നർത്ഥം. നമ്മളുടെ കുടുംബത്തിലോ നമ്മളുടെ ഓഫീസിലോ നമ്മളുടെ ലൗകിക വ്യവഹാര ജീവിതങ്ങളിലോ ഒക്കെ വരുന്ന ഈ ദുഃഖമൊക്കെ ആകാശവർണ്ണവത്ത്, ആകാശത്തിൽ ഓരോ കളർ വരുന്ന പോലെ മനസ്സിലിങ്ങനെ മൂട് മാറിക്കൊണ്ടിരിക്കും. ആകാശത്തിൽ ചുവന്ന കളറും കറുത്ത കളറും നീല കളറും ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന പോലെ ഉള്ളിൽ പല പല ഭാവങ്ങൾ വരുന്നു. ഇതിനൊക്കെ കാരണമായിട്ടുള്ള ഈ ദുഃഖങ്ങളെ അപുനസ്മരണം, ഒന്നും മറക്കണം. മറന്നിട്ട് പിന്നെ ഓർമ്മയ്ക്കേ വരാൻ പാടില്ല. ചിലർക്കൊക്കെ ചില ദുഃഖമൊക്കെ വന്ന് കിടന്നുറങ്ങിയിട്ട് നേരം വെളിച്ചാകുമ്പോൾ എണീക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നും. എണീക്കുമ്പോഴാണ് വരിക അതൊക്കെ ഉള്ളില്. ഈ ഉറക്കം ഒരു പരിഹാരമല്ല. എന്താണെന്ന് വെച്ചാൽ ഉറക്കത്തിലെ എല്ലാ സാധനവും ഉള്ളിൽ കിടക്കും. നല്ല ഡീപ്പ് സ്ട്രെസ്സൊക്കെ ഉള്ളപ്പോൾ പകുതി ഉറക്കത്തിലാണ് നല്ലവണ്ണം അറിയാം. എണീറ്റ് കഴിഞ്ഞാൽ ആ വേദനയൊക്കെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ തിളയ്ക്കും. അപ്പൊ തോന്നും മനുഷ്യൻ ഈ പുറമേക്ക് പരിഹാരം കണ്ടുപിടിച്ചിട്ട് കാര്യമില്ല, ഈ ഉള്ളില് അതിനെ ഇനി ഓർക്കാത്ത വിധത്തിൽ അങ്ങോട്ട് മാച്ച് കളയണം. ഉള്ളില് ഓർക്കാത്ത വിധത്തിൽ അതങ്ങോട്ട് ഡിലീറ്റ് ചെയ്ത് കളയണം. അപുനസ്മരണം, പുനഃ സ്മരണം നാസ്തി, ഇനി വീണ്ടും ഓർക്കാൻ വയ്യ. അങ്ങനെ വിസ്മരണം വരം. നോക്കൂ, മറക്കണത് ഒരു ശക്തിയാണ് ആത്മാവിന്റെ. ഭഗവാൻ ഗീതയിൽ പറഞ്ഞു, 3 കാര്യങ്ങൾ പറഞ്ഞു. മത്തഃ സ്മൃതി ജ്ഞാനം അപോഹനം ച. സ്മൃതി, ജ്ഞാനം, അപോഹനം. സ്മൃതി എന്ന് വെച്ചാൽ മെമ്മറി, ജ്ഞാനം എന്ന് വെച്ചാൽ അറിവ്, അപോഹനം എന്ന് വെച്ചാൽ മറക്കല്. ആത്മാവിനെ സ്മരിക്കണം, അതിന് ജ്ഞാനം വേണം. അനാത്മാവിനെ മറക്കണം. കൊച്ചു കുട്ടികൾക്കൊക്കെ അനാത്മ അറിയാത്തത് കൊണ്ട് സന്തോഷം. പക്ഷെ പതുക്കെ പതുക്കെ അറിവ് ഒരു അഴുക്കാണ്. ഈ സാധനം വെച്ച് ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റണുണ്ടല്ലോ ഇന്ദ്രിയങ്ങളിലൂടെ, അത് മലം ആണ്. മലം, ഡ്രെയിനേജാണ്. ഉള്ളിലേക്ക് ഇങ്ങനെ സീവേജ് കയറ്റാണ്. പല ഇൻഫർമേഷൻ, ചീത്ത കാര്യം മാത്രമല്ല, വെറും ഇൻഫർമേഷൻ ആണെങ്കിലും അതെ, ഉള്ളിലിങ്ങനെ കയറി, ബുദ്ധിയിൽ കയറി ഇങ്ങനെ ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്നുണ്ടല്ലോ മലം. ഈ മലം എങ്ങനെയെങ്കിലുമൊക്കെ വീണ്ടും സ്മരിക്കാത്ത വിധത്തിൽ എന്ത് ചെയ്യും? വിസ്മരണം വരം, മറന്നു കളയണം എന്നാണ്. എന്ന് വെച്ചാൽ മറന്നാൽ പോലെ, മറക്കുന്നത് പോലെ സൗഖ്യമായിട്ട് ആ ദുഃഖം എന്നെ വിട്ടുപോകണം. അതെങ്ങനെ ചെയ്യും? ദൃശ്യം നാസ്തീതി ബോധേന മനസോ ദൃശ്യമാർജനം സമ്പന്നം ചേത് തതുത്പന്ന പരാ നിർവാണ നിർവൃത്തി. ഇവിടെയാണ് ആ പദം വരുന്നത്. നിർവാണ നിർവൃത്തി. നിർവൃത്തി എന്ന് വെച്ചാൽ ആനന്ദം, സൗഖ്യം.
രമണ മഹർഷിയെ കണ്ടിട്ട് നിർവൃത്തി പഞ്ചകം എന്ന 5 ശ്ലോകങ്ങൾ എഴുതി നാരായണ ഗുരു. ആ സ്ഥിതി കണ്ടിട്ട് നിർവൃത്തി, നിർവാണ നിർവൃത്തി, ആ മൗനവും ആത്മനിഷ്ഠയും ആ പരമപ്രശാന്തമായ സ്ഥിതി കണ്ടിട്ട് നിർവൃത്തി പഞ്ചകം എന്ന് പറഞ്ഞു. പരാനിർവാണ നിർവൃത്തി, ശ്രേഷ്ഠമായ നിർവാണ നിർവൃത്തി. അതെങ്ങനെ വരുന്നു? ദൃശ്യം നാസ്തി. ഈ പ്രപഞ്ചം ദൃശ്യമാണ്, നമ്മൾ ദൃക്കാണ്. നമ്മളുടെ ഉള്ളിൽ മനസ്സിൽ വരുന്ന ചിത്തവൃത്തികളൊക്കെ ദൃശ്യമാണ്. ബുദ്ധി ദൃക്കാണ്, ബുദ്ധി ദൃശ്യമാണ്. അതിനു പുറകിലുള്ള സാക്ഷി ദൃക്കാണ്. ഈ ദൃശ്യം നാസ്തി, ദൃശ്യമായിട്ടുള്ള പദാർത്ഥങ്ങളെയൊക്കെ ഇല്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ ബോധേന, അറിവ് കൊണ്ട്, അതായത് ചുമ്മാ ഒരു ഓട്ടോ സജഷൻ അല്ല, അറിവ് കൊണ്ട് ദൃശ്യം നാസ്തി ഇതി ബോധ, അറിവ്, വിവേകമാണ്. ഈ കാണപ്പെടുന്നതൊന്നും വാസ്തവത്തിൽ ഇല്ല തന്നെ. ആത്മസ്വരൂപത്തില് എടുത്ത് വെക്കുന്നതിന് പേരാണ് അധ്യാസം എന്ന് പേര്. പുറത്തുള്ള സാധനത്തിന് എടുത്ത് എൻ്റെ ആണെന്ന് വന്ന് കയറ്റി വെക്കാം. നൈസർഗികോയം ലോകവ്യവഹാര. നമുക്ക് ജനറ്റിക് പ്രോബ്ലമാണ് ഈ അധ്യാസം. പുറത്തുനിന്ന് ഓരോന്നിനെ എടുത്തെടുത്ത് മനസ്സിൽ വെക്കുന്നു, ശരീരത്തിൽ ആരോപണം ചെയ്യണം, നമ്മൾ ആരോപണം ചെയ്യും, നമ്മൾ ആരോപണം ചെയ്യില്ലെങ്കിൽ മറ്റുള്ളവർ ആരോപണം ചെയ്യും. അതുകൊണ്ട് കൊടഞ്ഞുകൊണ്ടേയിരിക്കണം എന്നാണ്. അതാണ് അവധൂതൻ എന്ന് പറഞ്ഞാൽ കൊടയുന്ന ആള്, കൊതറ. ഈ പശുവിന്റെ മേലെ, നല്ല നാടൻ പശുവിന്റെ മേലെ വെള്ളം ഒഴിച്ചാൽ, ചില ഫോറിൻ പശു ഒന്നുമില്ല, അത് പ്ലാസ്റ്റിക് പോലെ നിൽക്കും. ഇതിന്റെ മേലേക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചാൽ ഇങ്ങനെ തോലിങ്ങനെ പടയ്ക്കും. അതുപോലെ ഈ ജ്ഞാനം എന്ത് ചെയ്യും? പുറമേ നിന്ന് ആളുകളെ നിങ്ങളിൽ അതുണ്ട് ഇതുണ്ട്, എന്തൊക്കെ നല്ലതോ ചീത്തയോ എന്തൊക്കെ ആരോപണം ചെയ്യുമ്പോൾ കൊതറിക്കൊണ്ടേയിരിക്കണം എന്നാണ്. നമ്മളുടെ തന്നെ മനസ്സ്, നമ്മളുടെ തന്നെ ബുദ്ധി പലതിനെ ആരോപണം ചെയ്യുമ്പോഴും കൊതറിക്കൊണ്ടേയിരിക്കണം. അതാണ് എന്നാണ്, ഇതൊന്നും ഞാനല്ല, ഇതൊന്നും ഞാനല്ല, ഇതൊന്നും ഞാനല്ല. ഇങ്ങനെ തള്ളിക്കളഞ്ഞ് തള്ളാനൊന്നും ഇല്ലാതെ അവശേഷിക്കുന്ന മൗനമാണ് നമ്മളുടെ സ്വരൂപം. ദൃശ്യം നാസ്തി. ദൃശ്യം, മനസ്സ് ദൃശ്യമാണ്. ഈ പുറമേക്കുള്ള ദൃശ്യത്തിനേക്കാളും കൂടുതൽ നമ്മളുടെ മനസ്സാണ് നമ്മളുടെ ദൃശ്യം. ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, ഫിലിം ആഫ്റ്റർ ഫിലിം. എന്തൊക്കെയോ പല പല ദൃശ്യങ്ങളും പല പല കാര്യങ്ങളും ഇല്ലേ? നിങ്ങളൊക്കെ ഇപ്പൊ വെടുപ്പായിട്ട് ഇങ്ങനെ ഇരുന്ന് കേൾക്കണ പോലെ ഇരിക്കണോ? അങ്ങനെയൊന്നും എനിക്ക് വിശ്വാസമില്ല. അതിന്റെ പുറകില് ഇങ്ങനെ എത്ര സീരിയൽ ഓടിക്കൊണ്ടിരിക്കും അല്ലേ? അതൊക്കെയാണ് ദൃശ്യം. അപ്പൊ ആ ദൃശ്യമാർജനം, മാർജനം എന്ന് പറഞ്ഞാൽ അടിച്ചു തെളിക്കാണ്. മാർജനം ചെയ്യാന്ന് വെച്ചാൽ അടിച്ചു തെളിക്കുക. അപ്പോ മനസ്സോ ദൃശ്യമാർജനം, മനസ്സിലുള്ള ദൃശ്യപദാർത്ഥങ്ങളെ നീക്കം ചെയ്യാണ്. അത് എളുപ്പത്തിൽ സാധിക്കുമോ? എളുപ്പത്തിലല്ല, പതുക്കെ 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 സമ്പന്നം ചെയ്ത് കുറച്ച് കുറച്ചായിട്ട് അത് സാധിച്ചാൽ വലിയ സൗഖ്യമുണ്ടാവും, വലിയ സന്തോഷമുണ്ടാവും, നിർവാണ സുഖമുണ്ടാവും, ശാന്തി ഉണ്ടാകും. പരാ നിർവാണ നിർവൃത്തി, വലിയ നിർവാണ സൗഖ്യം ഉണ്ടാവും. இங்கே முன்னால ஒரு சேர் இருக்கு, இங்கே ஒரு சேர் இருக்கு முன்னால. പരാ നിർവാണ നിർവൃത്തി. അന്യഥ, ഇതൊക്കെ ആരാ പറയണ? വാൽമീകി ഭരദ്വാജന്റെ അടുത്ത് പറയാണ്. നമുക്ക് ഈ ശ്ലോകങ്ങളുടെ അടുത്ത് വെച്ചോളൂ. ദൃശ്യം നാസ്തീതി ബോധേന മനസ്സോ ദൃശ്യമാർജനം സമ്പന്നം ചേത് തതുത്പന്ന പരാ നിർവാണ നിർവൃത്തി. അങ്ങനെ ആ നിർവാണം എന്ന് പറയുന്ന മനസ്സ് ഇല്ലാത്ത അവസ്ഥ. മനസ്സോഹി അമനീഭാവേ ദ്വൈതം നൈവോപലഭ്യത്തെ. മനസ്സില്ലെങ്കിൽ ദ്വൈതമില്ല, അന്യമായ വസ്തുക്കളൊന്നുമില്ല, പരമസൗഖ്യം. ഇത്രയും പറഞ്ഞിട്ട് വാൽമീകി പറഞ്ഞു ഭരദ്വാജന്റെ അടുത്ത്, അന്യഥാ അങ്ങനെ നേടിയിട്ടില്ലെങ്കിൽ എന്തു പറ്റും? ശാസ്ത്രഗർത്തേഷു ലുണ്ഠതാം ഭവതാമിഹ ഭവതി അകൃത്രിമാജ്ഞാനം കൽപ്പൈരപിന നിർവൃത്തി. ഈ അനന്തമായ സൗഖ്യം നിങ്ങൾക്ക് കൽപ്പൈഹി അപ്പി നിർവൃത്തിഹീന ലഭ്യത്തെ. ഒരു കൽപ്പം കഴിഞ്ഞാൽ നിർവൃത്തി ഉണ്ടാവില്ല. ശാസ്ത്രഗർത്തേഷു ലുണ്ഠതാം. പല പുസ്തകങ്ങളും പഠിച്ച് 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 അതിനകത്ത് മാത്രം
ആ ഗ്രന്ഥങ്ങളിലൊക്കെ തന്നെ ഇതിലിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതിലെന്ത് പ്രതിപാദിച്ചിട്ടുണ്ട് എന്ന് മാത്രം മനസ്സ് ബഹിർമുഖമായി ആ വിഷയങ്ങളിലേക്ക് തന്നെ പോവാണെങ്കിൽ അകൃത്രിമ അജ്ഞാനാം ശാസ്ത്രഗർത്തേഷു അവടാഹ തേഷു ലുണ്ഠതാം ഗാത്രചേഷ്ടനം കുർവതാം അജ്ഞാനാം അകൃത്രിമാജ്ഞാഹ തേഷാം അബ്രഹ്മവിതാം. ആത്മജ്ഞാനമില്ലാത്ത നല്ല അജ്ഞാനം, വടികെട്ടിന മുട്ടാൾ. അവിടെ തമിഴിലെ നല്ല നല്ല റീഫൈൻഡ് ഫുളിഷ്നെസ്. പഠിച്ച് ലോകത്തിൽ പഠിച്ച ആളുകളാണ് കൂടുതൽ അജ്ഞാനം. പലപ്പോഴും പഠിക്കാത്ത ആളുകൾക്ക് പോലും അത്ര അജ്ഞാനമില്ല. ഒരുപാട് പഠിച്ചു, പല പല കാര്യങ്ങൾ പഠിച്ചു, ബുദ്ധിശാലികളാണ്, പല ഫീൽഡിൽ ബുദ്ധിശാലികളാണ്. പക്ഷേ നിർവൃത്തിയില്ല, ശാന്തിയില്ല. അപ്പോ അതുകൊണ്ട് ഭരദ്വാജ അശേഷേണ പരിത്യാഗോ വാസനാനാം യ ഉത്തമഃ മോക്ഷ ഇത്യുച്യത്തെ സദ്ഭിഃ സയേവ വിമലക്രമഃ. ഞാനൊരു വിമലക്രമം പറഞ്ഞു തരാമെന്ന് വെച്ചാൽ പരമ പവിത്രമായ പരിശുദ്ധമായ ഒരു ക്രമം, ഒരു വഴി, ഒരു മാർഗം. അശേഷേണ പരിത്യാഗ, അബ്സല്യൂട്ട് റിനൗൺസിയേഷൻ. എന്തിൻ്റെയാ? വാസനാനാം, വാസനകളെ നിശേഷമായിട്ടുള്ളിൽ നിന്ന് ത്യജിക്കുക. വിഷയങ്ങളോടുള്ള പറ്റിക്കൂടൽ, അതാണ് വാസന. പല സാധനങ്ങളും വേണമെന്നുള്ള ആഗ്രഹം, അതാണ് വാസന, ഡിസയർ. അതൊക്കെ എന്തുകൊണ്ടാണ്? വാസനകൾ എങ്ങനെ പോകും? അറിവില്ലെങ്കിൽ വാസന പോവില്ല. പല സാധനങ്ങളും കണ്ടിട്ട് അത് വേണം 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 എന്ന് പറഞ്ഞ് ആഗ്രഹിക്കണം. അവസാനം നോക്കുമ്പോൾ അങ്ങനൊരു സാധനം, ഒരു ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഈ ആപ്പിളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടുള്ളൂ. ഇപ്പോഴൊക്കെ പോലെ ഇങ്ങനെ സർവത്ര കിട്ടുമൊന്നുമില്ല. നമുക്കൊക്കെ അറിയണ കാര്യമാണ്. ഗ്രേപ്സ്, ആപ്പിളൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ കിട്ടും. അപ്പോൾ ഒരു കുട്ടി എവിടെയോ ആപ്പിൾ കണ്ടിട്ട് ആപ്പിൾ വേണം ആപ്പിൾ വേണം ആപ്പിൾ വേണം പറഞ്ഞു. അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, ഇപ്പം ഇവിടെ ഒന്നും കടയിലല്ല, ആ വീട്ടിലുണ്ട് ആ വീട്ടിലുണ്ട് ആ വീട്ടിൽ. ഇയാൾ ഒരു ദിവസം മുഴുവൻ കരഞ്ഞിട്ട് അവസാനം അയാൾ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടേ അവരോടൊന്ന് പറഞ്ഞു, ഇവനൊരു ആപ്പിൾ ഇവിടെ ഇല്ലല്ലോ. ഇവൻ പറഞ്ഞു ഉണ്ട്. നോക്കുമ്പോൾ ഉള്ളിലത് ഈ നവരാത്രി കൊലൂന് വെക്കണ ശില്പാണ്, മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ ആ കുട്ടി കണ്ടിട്ട് അത് ഒറിജിനൽ ആപ്പിളാണെന്ന് വിചാരിച്ച് ഒരു ദിവസം മുഴുവൻ സ്വപ്നം കണ്ടു, എടുത്ത് കയ്യിൽ കൊടുത്തു. തിന്നാൻ പറ്റുമോ? വാസന ഇതാണ്. വാസന ഇതുപോലെയാണ്, ആഗ്രഹമാണ്. വേണം 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 വേണം. എന്നിട്ട് അന്വേഷിച്ച് നോക്കുമ്പോൾ കാണാനില്ല. നല്ല രസമായൊരു കഥ ഇതിന്റെ പുറകിലുണ്ട്. എല്ലാ ആത്മാവാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ വാസന പോകും. സകലതും ഞാൻ തന്നെയാണ്, എന്നിന്ന് അന്യമില്ലാന്ന് പറഞ്ഞാൽ വാസന പോകും. ഒരു രാജകുമാരൻ, വളരെ പ്രസിദ്ധമായ കഥയാണ്. ഒരു രാജകുമാരൻ കല്യാണത്തിന് സമയമായി. അപ്പൊ സ്വയംവരം നടത്തണോ, എവിടെ പെണ്ണ് നോക്കണം ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ രാജകുമാരൻ കല്യാണത്തിന് സമ്മതിക്കണേയില്ല. അപ്പൊ രാജാവിന്റെ രാജഗുരു അദ്ദേഹത്തിന് സംശയം തോന്നിയിട്ട് ഇയാളോട് ചോദിച്ചു, തനിക്ക് ഏതെങ്കിലുമൊക്കെ കണ്ടുവച്ചിട്ടുണ്ടോ, ആരെങ്കിലും ഒരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ടോ? അപ്പൊ ഇയാൾ പറഞ്ഞു, അതെ, ഞാനൊരു പെൺകുട്ടിയെ കണ്ടുവച്ചിട്ടുണ്ട്. ആരാണത്? അവളൊരു രാജകുമാരിയാണ്. അത് വളരെ നന്നായി. അപ്പൊ കാര്യം എളുപ്പമായി. ഏത് രാജകുമാരിയാണ്? കാശിയിലെ രാജകുമാരിയാണ്. കാശിയിലെ രാജകുമാരി. അതെങ്ങനെ തനിക്കറിയാം? എനിക്കറിയാം. അവൾ വളരെ കാലം മുമ്പ് ഞാൻ കണ്ട ഒരു രൂപമാണ്. ഇപ്പൊ ഏകദേശം എൻ്റെ വയസ്സായി കാണും. ഞാൻ അവളെ അല്ലാതെ വേറെ ആരെയും കല്യാണം കഴിക്കില്ല എന്ന് ശാഠ്യമാണ്. അവളെ കുറിച്ച് ചിന്തിച്ച് അനേക വർഷങ്ങളായി പല കവിതകളൊക്കെ ഇയാള് എഴുതി വെച്ചിട്ടുണ്ട്. സങ്കല്പത്തിൽ ഒരുപാട് ഭാവനയിൽ ആ രാജകുമാരിയെ വിവാഹം കഴിക്കാൻ വേണ്ടി ആലോചിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഗുരു ചോദിച്ചു, ആ രാജകുമാരിയെ നീ എവിടെ കണ്ടു? അപ്പോൾ ഗുരുവിനോട് വളരെ ലജ്ജിച്ചുകൊണ്ട് പറഞ്ഞു, ഉള്ളില് നമ്മളുടെ പഴയ സാധനങ്ങളൊക്കെ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഒരു ഫോട്ടോ ഉണ്ട്, ഒരു പെയിന്റിങ്.
ആ പെയിന്റിങ് ഒരു കാശി രാജകുമാരിയുടെ പെയിന്റിംഗ് ആണ്. അത് കൊച്ചുകുട്ടിയായിട്ടിരിക്കുമ്പോൾ ഉള്ളതാണ്. അവളാണ്. അപ്പോൾ അവിടെ ചെന്ന് ഗുരുവിന് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഗുരു അതെടുത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഇതാണോ രാജകുമാരി? അതെ. എത്ര വർഷം മുമ്പാണ് ഒക്കെ അറിയാം. അപ്പൊ പറഞ്ഞു, ഇതാരാ അറിയോ? അറിയില്ല. നീ തന്നെ. അനേക വർഷങ്ങൾക്ക് മുമ്പ് ഒരു നാടകത്തിന് വേണ്ടി കാശി രാജകുമാരിയായി തന്നെ വേഷം കെട്ടിച്ചതാണത്. തന്നെ വേഷം കെട്ടിച്ച് കാശി രാജകുമാരിയായി വേഷമൊക്കെ ഇട്ട് അന്ന് വളരെ അധികം അത് നല്ല യോജിക്കുന്ന രൂപമായതുകൊണ്ട് അതങ്ങനെ പെയിന്റ് ചെയ്തു വെച്ചു. ഇപ്പൊ ഇയാൾ അത് തന്നെ കണ്ടിട്ട് അമേരിക്കയിലെ ഒരാള് തന്നെ കല്യാണം കഴിച്ചു അത്രയും. എന്നിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് ഡൈവേഴ്സും ചെയ്തു. എന്തൊക്കെയാ നടക്കണറിയോ നിങ്ങൾക്ക്? ഒരാൾ ഈഫൽ ടവറിന് കല്യാണം കഴിച്ചു. ഇതിനൊക്കെ ഉണ്ട്. നിങ്ങളുടെ തമാശല്ല. ഇപ്പൊ ഒരമ്മ അവിടെ ചെന്നിട്ട് തിരിച്ചു വന്നിട്ട് എന്നോട് പറഞ്ഞു, ഒരു ഡോക്ടർ തിരുവണ്ണാമലയിൽ വരും, ഹോമിയോ ഡോക്ടർ, അല്ല വെറ്റിനറി ഡോക്ടർ. അദ്ദേഹം പറയാ ചിലരൊക്കെ വന്നിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യണമെന്നോ. അപ്പൊ നമ്മളിവിടെ മൃഗങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അയാൾ പറയാം ഞാൻ നായാണ്. നീ നായാണെന്ന് ഇപ്പൊ എനിക്കും കൂടെ തോന്നണ്ടേന്ന് പറഞ്ഞാൽ അയാൾ കേസ് കൊടുത്തു. എന്റെ സ്വാതന്ത്ര്യമാണെന്നാണ്. കേരളത്തിന് പറ്റിയ രീതികളാണ്. അധികം വൈകാതെ ഇവിടെ പോരും അതൊക്കെ. ഇങ്ങനത്തെ കൺഫ്യൂഷനൊക്കെ വരും. എന്തൊക്കെ പറയുവോ ഭഗവാനെ. അപ്പോ സകലതും ആത്മസ്വരൂപമാണെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ വാസനയില്ല. അറിവില്ലായ്മയുടെ ഫലമാണ് വാസന. ഇത് വേണം, അത് വേണം, ഇതില്ലാതെ എനിക്ക് സുഖമായിട്ട് ഇരിക്കാൻ കഴിയില്ല എന്ന് പ്രബലമായിട്ടുള്ള ആഗ്രഹത്തിന്റെ പേരാണ് വാസന. അപ്പൊ വാസനാത്യാഗമാണ് മോക്ഷം. ഉള്ളില് വാസനകളെ എങ്ങനെ ത്യജിക്കാൻ പറ്റും? അറിവ് വേണം, ഉത്തമമായ ജ്ഞാനം വേണം. ആ ജ്ഞാനം കൊണ്ട് വാസന അശേഷേണ പരിത്യാഗോ വാസനാനാം യഹ ഉത്തമഃ, അതാണ് മോക്ഷ ഇത്യുച്യത്തെ. ഉള്ളില് ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റും ഇല്ല. ഇത് വേണം, അവിടെ ഇത് വേണം, ഇത് വേണം. പഴയതിനെ കുറിച്ചുള്ള മെമ്മറിയോ ഫ്യൂച്ചറിനെ കുറിച്ചുള്ള എക്സ്പെക്ടേഷനോ ഇമാജിനേഷനോ പ്രസന്റ് മുമ്പിൽ കാണുന്നതിന് എങ്ങനെ ഡീൽ ചെയ്യണമെന്ന് അറിയാത്ത വിഷമം, ഈ മൂന്നുമില്ല. അതീത അനനുസന്ധാനം, ഭവിഷ്യത് അവിചാരണം, ഔദാസീന്യം അഭിപ്രാപ്തേ ജീവൻ മുക്തസ്യ ലക്ഷണ. അതീതത്തില് എടുത്തിട്ട് അനുസന്ധാനം ചെയ്യണില്ല, ഫ്യൂച്ചറിനെ എക്സ്പെക്ട് ചെയ്യണില്ല, മുമ്പിൽ കാണുന്നതിനോട് ഇറ്റ്സ് എ ഡിവൈൻ ഇൻഡിഫറൻസ്. എന്താന്ന് വെച്ചാൽ തന്നിലാണ് ഇരിക്കുന്നത്, അല്ലാതെ ഔദാസീന്യമല്ലാതെ തന്നിലിരിക്കുകയാണ്, സ്വസ്ഥമാണ്. അയാൾ ഫ്രീ ആണ്. മോക്ഷ ഇത് ഉച്യത്തെ, ഇത് മോക്ഷമാണ്, ഇത് സ്വാതന്ത്ര്യമാണ്, ഇതാണ് ഫ്രീഡം. അതുകൊണ്ട് ഹേ ഭരദ്വാജ, വാസനാത്യാഗം ചെയ്യണം. വാസനാദ്വിവിധ പ്രോക്ത ശുദ്ധ ച മലിനാ തഥാ മലിനാ ജന്മനോ ഹേതുഃ ശുദ്ധ ജന്മവിനാശിനി. ആരംഭത്തിൽ തന്നെ വാസനയെ നേരിട്ട് അങ്ങോട്ട് ഇല്ലാതാക്കാൻ ഒക്കില്ല. അതുകൊണ്ട് പറഞ്ഞു ശുദ്ധ വാസനയെ ബലപ്പെടുത്തുക. ശുദ്ധവാസന അങ്ങോട്ട് ധാരാളമാക്കുക. മലിനവാസനയെ എടുത്തു കളയാൻ പോയാൽ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴൊക്കെ പലരും ഈ മൊബൈൽ അഡിക്ഷൻ ഇല്ലാതിരിക്കാൻ എന്താ വഴിയെന്ന് ചോദിക്കുമ്പോൾ ഇപ്പോൾ ഏറ്റവും എളുപ്പമായിട്ട് ആളുകൾ പറഞ്ഞു കൊടുക്കുന്നത് വീട്ടിൻ്റെ ഉള്ളിലേ ഇരിക്കാൻ പാടില്ല എന്നാണ്. മൊബൈലിൻ്റെ കൂടെ ഇരിക്കേണ്ട, നിങ്ങൾ സത്സംഗമോ എവിടെയൊക്കെ നമ്മൾ പോണ പോലെ എവിടെയെങ്കിലും പോയിക്കൊണ്ട് ആക്റ്റീവായിട്ട്, അവർ സത്സംഗമൊന്നും പറയില്ല, എവിടെയെങ്കിലുമൊക്കെ എന്തൊക്കെ ആക്റ്റീവായിട്ട് ഇരിക്കും. എൻഗേജ് വിത്ത് അതർ തിങ്സ്. എന്താന്ന് വെച്ചാൽ ഈ സാധനത്തിന്റെ ഒരു സുഖത്തിന് പകരം വേറെ വല്ലതൊക്കെ കൊണ്ടുവന്ന് നിറയ്ക്കുക. അതാണ് സാധാരണ മനുഷ്യർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അവരുടെ ഇതിനെ ഉപേക്ഷിക്കൂ എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്.
അപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ഒരു വശത്തേക്ക് തിരിച്ചുവിടുക. അതാണല്ലോ ഭക്തിയിലൊക്കെ അല്ലേ. ഭഗവാന്റെ സൗന്ദര്യം കണ്ട ലോകത്തിലുള്ള സൗന്ദര്യം പോയി. ഭഗവത് സൗഖ്യം കിട്ടിക്കഴിഞ്ഞാൽ മറ്റ് സൗഖ്യത്തിന് പുറകിലുള്ള ഓട്ടം പോയി. അപ്പോൾ പോസിറ്റീവായിട്ട് ശുദ്ധവാസന അധികരിക്കട്ടെ. സത്സംഗത്തിൽ പോകണം, വിവേകികളും വിരക്തന്മാരുമായിട്ടുള്ള സന്ധുക്കളുടെ സംഘം വേണം, ശാസ്ത്രശ്രവണം വേണം, നല്ല മഹാപുരുഷന്മാരുടെ ദർശനം വേണം. ഇങ്ങനെ 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 കളക്ട് ചെയ്യണം ഒരു ധനം, ഒരു ഫോഴ്സ് നമ്മളുടെ ഉള്ളിൽ. ആ ഫോഴ്സ് ഇല്ലെങ്കിൽ നമുക്കിതിനെ കൗണ്ടറാക്ട് ചെയ്യാൻ പറ്റില്ല. എന്തൊക്കെ തന്നെ പറഞ്ഞാലും ആ ശുഭവാസന ഇല്ലെങ്കിൽ ശുഭാഭ്യാം വാസനാവൃദ്ധോ താത ദോഷോ ന കശ്ചന. ശുഭവാസന കൊണ്ട് ദോഷമൊന്നും വരില്ല. അതുകൊണ്ട് സത്സംഗത്തിലിരിക്കുക, ഭക്തി, ഭഗവത് ആരാധന, ഭഗവൻ നാമജപം, സദ്ഗ്രന്ഥ പാരായണം, മഹാപുരുഷന്മാരുടെ സമ്പർക്കം, ഇങ്ങനെ മാക്സിമം ടൈം അതിൽ ചെലവാക്കാം. ആസുപ്തേഹേ ആമൃതേഹേ കാലം നയേത് വേദാന്ത ചിന്തയാണ്. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഉറങ്ങുന്നവരെ, അങ്ങനെ മരിക്കുന്നവരെ വേദാന്ത വിചാരത്തിൽ തന്നെ സമയം കളയണം. അത് കളയലല്ല, ഉപയോഗിക്കലാണ്. സമയം അങ്ങനെ തന്നെ ഉപയോഗിക്കണം. അങ്ങനെ അതേപോലെ തന്നെ ഭക്തിയിലും ഭഗവൻ നാമജപത്തിലും ഒക്കെ തന്നെ ഇത്തിരി സമയം കൊടുത്തു കഴിഞ്ഞാൽ പലതും പറഞ്ഞു പകൽ കളയുന്നതിനു പകരം അല്ലേ. ഹരിനാമകീർത്തനത്തിൽ പറഞ്ഞല്ലോ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് സമയം വേസ്റ്റായിട്ട് പോകും. നമുക്ക് ദുർവാസന ഉള്ളിൽ കയറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദുർവാസന പ്രതീകാര ദശകം എന്ന് പറഞ്ഞ് വിദ്യാരണ്യസ്വാമിയുടെ ഒരു കൃതിയുണ്ട്. അതിലൊരു ശ്ലോകമാണ്, ഒരു റിട്ടയർമെന്റ് ആയിട്ടുള്ള ആളുകൾക്ക് നല്ല ശ്ലോകമാണത്. റിട്ടയർ ആയി കഴിഞ്ഞു എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, റിട്ടയർ ആയിക്കഴിഞ്ഞാൽ വളരെ മുഖ്യമായിട്ട് ചെയ്യേണ്ട കാര്യം പ്രാതർവൈദിക കർമ്മതഃ തദനുസദ്വേദാന്ത സഞ്ചിന്തയാ പശ്ചാത് ഭാരത മോക്ഷധർമ്മമനനാത് വാസിഷ്ഠരാമായണാത് സായം ഭാഗവതാർത്ഥ ദിവ്യകഥയാം രാത്രൗ നിധിധ്യാസനാത് കാലോ ഗച്ഛതി നഃ ശരീരഭരണം പ്രാരബ്ധ കണ്ഠാർപ്പിതം. ഒരു പദ്ധതി പറഞ്ഞു. ഉറങ്ങുമ്പോൾ ദോഷമൊന്നുമില്ല. എഴുന്നേറ്റ് കഴിഞ്ഞാൽ പ്രാതഃ വൈദിക കർമ്മതഃ എന്തെങ്കിലുമൊക്കെ സന്ധ്യാവന്ദനാദി അനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അവരവർക്ക് എന്ത് സ്പിരിച്വൽ പ്രാക്ടീസ് ഉണ്ടോ, ഉറങ്ങി എണീറ്റ ഉടനെ പായിലിരുന്ന് ഒരു പ്രാതസ്മരണ സ്തോത്രം ചൊല്ലണം. പ്രാതസ്മരാമി ഹൃദി സംസ്ഫുരത് ആത്മതത്വം സച്ചിത് സുഖം പരമഹംസഗതിം തുരീയം യത് സ്വപ്ന ജാഗര സുഷുപ്തിം അവൈതി നിത്യം തദ്ബ്രഹ്മ നിഷ്കലമഹം ന ച ഭൂതസംഗഃ. എഴുന്നേറ്റ ഉടനെ ആ ശുദ്ധമായ ആത്മാവിനെ ഞാനിതാ സ്മരിക്കുന്നു, ചൈതന്യത്തിനെ ഞാനിതാ സ്മരിക്കുന്നു. ശരീരമോ മനസ്സോ ബുദ്ധിയോ ഒന്നും ഞാനല്ല, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വരൂപമായ ആത്മാവാണ് ഞാൻ. എനിക്ക് ജനനമോ മരണമോ ഇല്ല, പരമപരിശുദ്ധമായ വസ്തുവാണ് ഞാൻ എന്ന് കുറച്ചു നേരത്തേക്ക് ധ്യാനിച്ചു. പിന്നെ സ്നാനം ചെയ്യുമ്പോഴും അത് പരമേശ്വരന് അഭിഷേകം ചെയ്യുന്നതാണെന്നുള്ള ഭാവനയോടുകൂടെ സ്നാനം ചെയ്യണം. പിന്നെ ഭഗവത് ആരാധന ചെയ്യുക, സദ്ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യണം. പശ്ചാത് ഭാരത മോക്ഷധർമ്മമനനാത്. ഒരു സ്ഥലത്ത് ശങ്കരാചാര്യർ പറഞ്ഞു, കഞ്ചിത് കാലം ഉമാമഹേശ ഭവത പാദാരവിന്ദാർച്ചനഹി കഞ്ചിത് ധ്യാന സമാധിവിശ്. കുറച്ചു നേരം ധ്യാനിക്കുന്നു, സമാധിയിലിരിക്കുന്നു, ഇങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ അതൊന്നും സാധിക്കില്ലെങ്കിൽ ഗ്രന്ഥങ്ങൾ എന്തെങ്കിലുമൊക്കെ. ഭാരത മോക്ഷധർമ്മമനനാത്. മോക്ഷധർമ്മം എന്ന് വെച്ചാൽ ഗീത, മോക്ഷപർവം, മഹാഭാരതത്തിൽ ഇത് ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെ മനനം ചെയ്യാം. പിന്നെ വാസിഷ്ഠ രാമായണം, യോഗവാസിഷ്ഠം. സായം ഭാഗവതാർത്ഥ ദിവ്യകഥയാ. സായം കാലത്ത് ഭാഗവത കഥയൊക്കെ കേട്ട് നാമസങ്കീർത്തനാദികളൊക്കെ ചെയ്ത് ക്ഷേത്ര ദർശനമൊക്കെ ചെയ്ത് രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് കുറച്ചു നേരം വേദാന്ത വിചാരം, ആത്മവിചാരം, ആത്മധ്യാനം ചെയ്ത് മനസ്സിനെ ശാന്തമാക്കി രാത്രിയുടെ ആ നിശീഥിനി നിശ്ചലത. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു, മനസ്സൊക്കെ ഉറങ്ങിക്കഴിയുമ്പോൾ ഒരു നിശ്ചലത ഉണ്ടാവും. ആ നിശ്ചലത്തില് ഏകാന്തമായിട്ടിരുന്ന് ധ്യാനിച്ച് വഴങ്ങണം. രാത്രിയുടെ ആദ്യയാമങ്ങളൊക്കെ ധ്യാനിച്ചിട്ട് കിടന്നുറങ്ങാമെന്നാണ്. ആദ്യയാമങ്ങളൊക്കെ ധ്യാനിച്ചിട്ട് കിടന്നുറങ്ങി
അവസാനത്തെ യാമത്തിൽ എഴുന്നേൽക്കുക. ഇങ്ങനെയൊക്കെ ഒരാൾക്ക് കഴിയുമെങ്കിൽ അയാൾ ജീവൻ മുക്തനാണെന്ന്. കാരണം ഈ ടൈമിൻ്റെ ഉള്ളിലാണ് ബോണ്ടേജ് വരിക, ടൈമിൻ്റെ ഉള്ളിൽ തന്നെ ഫ്രീഡം വരണം. ഇൻസൈഡ് ടൈം യു ഫൈൻഡ് ടൈംലെസ്നെസ്. ഈ ടൈമിൻ്റെ ഉള്ളിലാണ് നമ്മൾ പെട്ടുപോവുക. ഇത്തിരി സമയം സന്ദർഭം കൊടുത്താൽ ആ ഗ്യാപ്പിൽ എന്തെങ്കിലുമൊക്കെ വന്നിരിക്കും. അതുകൊണ്ട് സമയമേ കൊടുക്കരുത്, ചിന്തിക്കാനേ സമയമുണ്ടാവരുത്. ഇതാണ് ഒരു വഴി പറയണത്. അതുകൊണ്ട് ശുദ്ധവാസനയെ അധികരിച്ചുകൊണ്ട് തന്നെ ഇരിക്കാം. പല വിധത്തില് പല വഴിയിൽ ശുദ്ധവാസനയെ അധികരിക്കാം. ഭക്തിയായിട്ടും ജ്ഞാനമായിട്ടും യോഗമായിട്ടും ഒക്കെ ഈ ശുഭവാസനയെ പ്രബലമാക്കുക. ഇങ്ങനെ അജ്ഞാനസുഖനാകാര ഘനാഹങ്കാരശാലിനി പുനർജന്മകരീ പ്രോക്ത മലിനാവാസനാ ബുദ്ധൈ. ഈ മലിനവാസന എന്താന്ന് വെച്ചാൽ അജ്ഞാനരൂപമായിട്ടുള്ളതും അഹങ്കാരശാലിനി ഭയങ്കര അഹങ്കാരത്തിന് ഉണ്ടാക്കുന്നതും പുനർജന്മകരി വീണ്ടും ജന്മത്തിന് കാരണമാവുന്നതും. മനസ്സിലെ ധാരാളം മലമുണ്ടാക്കി അടുത്ത ജന്മത്തിന് വേണ്ട ടിക്കറ്റ് വാങ്ങി വെക്കുകയാണ്. ഘോരമായ ജന്മത്തിനുള്ള പഥം തുറക്കുകയാണ് ഉള്ളില്. പുനർജന്മകരി പുനർജന്മാങ്കുരാന് ത്യക്ത്വാ സ്ഥിത സംഭ്രഷ്ടബീജവത്. അതുകൊണ്ട് ആത്മധ്യാനം ചെയ്ത് ജീവിക്കാൻ വേണ്ടി ചില വാസനകളൊക്കെ ഉണ്ടാവും. ദേഹാർത്ഥം ധ്രിയത്തെ, അതില്ലാതെ ആരെക്കൊണ്ട് കഴിച്ചു കൂട്ടാൻ പറ്റില്ല. ആ ഊണ് കഴിക്കണം, അത് ചിലതൊക്കെ വേണം, ഇന്ന കാര്യങ്ങളൊക്കെ വേണം. ഇതുകൊണ്ടൊക്കെ സ്വാമി ബന്ധപ്പെടുമെന്നൊന്നും ചോദിക്കരുത്. ഈ ആഹാരം കഴിക്കണം, ദേഹാർത്ഥം ധ്രിയത്തെ, ശരീര നിർവഹണത്തിന്. അത് ബുദ്ധിമുട്ടൊന്നുമില്ല, അത് നമുക്ക് ലഭ്യമാണ്. അത് നമുക്ക് വിഷമമൊന്നും ഉണ്ടാക്കില്ലെങ്കിൽ അതുകൊണ്ട് ഒരു ദോഷമില്ല. അതുകൂടാതെ ആർക്കും കഴിയില്ല. ഊണേ കഴിക്കില്ല, ഉറങ്ങുകയേ ഇല്ല എന്നൊന്നും പറഞ്ഞിരിക്കരുത്. സാമാന്യ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും വേണം. അറിയേണ്ടത് അറിഞ്ഞു കഴിഞ്ഞവർ ശുദ്ധവാസനകളെ വെച്ചുകൊണ്ടാണ് ലോകത്തിൽ ജീവിക്കുന്നത്. നല്ല നല്ല ആഗ്രഹങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഭക്തി ചെയ്യണം, എനിക്ക് ഭാഗവതം വായിക്കണം, സത്സംഗത്തിലിരിക്കണം, ഭഗവൻ നാമജപം ചെയ്യണം, നല്ല നല്ല കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ലക്ഷ്യം, എന്തെങ്കിലുമൊക്കെ വെക്കാതെ ഈ ശരീരം നിൽക്കില്ല. അപ്പൊ ധാർമ്മികമായ ശുഭമായ ഒരു വാസനയുടെ ഫോഴ്സാണ് ശരീരത്തിൽ. ജീവിക്കാൻ ഒരു പിടിപ്പുണ്ടല്ലോ, അതെന്താണ്? നല്ല നല്ല കാര്യങ്ങൾ ചിലതൊക്കെ ചെയ്തുകൊണ്ട് എന്തെങ്കിലുമൊക്കെ മുമ്പിൽ വെച്ചുകൊണ്ട് ഇയാള് ജീവിക്കുകയാണ്. മുക്തപുരുഷൻ പോലും. അത് ജന്മ അനർത്ഥഭാജനം ന, വീണ്ടും ജനനം എന്നുള്ള അനർത്ഥത്തിന് കാരണമാവില്ല. ജ്ഞാതജ്ഞേയാഹ, അവരറിയേണ്ടത് അറിഞ്ഞവരാണ്. തേ ജീവൻ മുക്താഹ മഹാധിയ, അവർ ജീവൻ മുക്തന്മാരാണ്, മഹാബുദ്ധിമാന്മാരായ ജീവൻ മുക്തന്മാർ. ജ്ഞാനികള് മഹാബുദ്ധിമാന്മാരായ ജീവൻ മുക്തന്മാരാണ്. ആ ബുദ്ധി, അവരുടെ ബുദ്ധി എന്ന് പറയുന്നത് ജ്ഞാനം, തുരീയ പദത്തിനെ അറിഞ്ഞ ബുദ്ധിയാണ്. വൈശാരദീധി എന്നാണ് ഭാഗവത അതിന് പറയുന്നത്. വിശാരദമായ ബുദ്ധി, പ്രശാന്തമായ ബുദ്ധി, അത് സത്യമറിഞ്ഞിങ്ങനെ തിളങ്ങി നിൽക്കുകയാണ്. സത്യം അറിഞ്ഞതങ്ങനെ പ്രകാശിച്ച് തിളങ്ങി നിൽക്കുകയാണ് ആ ബുദ്ധി. അത് ആ സത്യദർശനത്തിന്റെ പ്രഭാവം കൊണ്ട് മഹാധിയ. ഭാഗവതത്തിൽ ശുഖബ്രഹ്മ മഹർഷിയെ കുറിച്ച് പറഞ്ഞു, അദഭ്രബുദ്ധി എന്നാണ്. ദഭ്രം എന്ന് വെച്ചാൽ അല്പം, അല്പത്തിനെ പിടിച്ചുകൊണ്ടിരിക്കുന്നത് ദഭ്രബുദ്ധി. ഇത് അദഭ്രബുദ്ധി എന്നാണ്, അനന്തത്തിനെ അറിഞ്ഞു കഴിഞ്ഞ ബുദ്ധി. ബുദ്ധിക്ക് ആ ശക്തി ഉണ്ടെന്നാണ്. ബ്രഹ്മാവലോകധിഷണം, ധിഷണ ബ്രഹ്മാവലോകന ശക്തി ഉണ്ടത്രേ നമ്മളുടെ ബുദ്ധിക്ക്. ബുദ്ധി ശുദ്ധമായി കഴിഞ്ഞാൽ അത് ആത്മാവിനെ അറിയും.
വേറെ എന്താണ് നമ്മളുടെ അതീവ സാത്വികമായ ഓർഗനാണ് ബുദ്ധി. ഏറ്റവും സത്വത്തിൽ നിന്നുണ്ടായതാണ് ബുദ്ധി. അതുകൊണ്ട് ബുദ്ധി തെളിഞ്ഞ് ശുദ്ധമായി നിർമ്മലമായി കഴിഞ്ഞാലുണ്ടല്ലോ, ആളുകളൊക്കെ പറയണത് വെറുതെ ബുദ്ധി കൊണ്ടറിഞ്ഞിട്ട് എന്ത് കാര്യം, അത് നമ്മൾ യോഗം ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ബുദ്ധി അത്ര എളുപ്പമുള്ള കാര്യമൊന്നും, അത് സൂക്ഷ്മ വസ്തുവാണ്, അതീവ സൂക്ഷ്മ മണ്ഡലത്തിലുള്ളതാണ്. അതുകൊണ്ടാണ് പറഞ്ഞ ആത്മാത്വം ഗിരിജാമതിഹി. പരമേശ്വര അവിടുന്ന് ആത്മാവാണ്, പാർവതി ആരാണ്? ബുദ്ധിയാണെന്നാണ്. ശിവാനന്ദ ലഹരി നോക്ക്, ബുദ്ധികന്യാം പ്രദാസ്യേ എന്ന് പറഞ്ഞ, ഈ ബുദ്ധിയാകുന്ന കന്യകയെ ഞാനിതാ ശിവന് കൊടുക്കുകയാണെന്നാണ്. അപ്പൊ ബുദ്ധി തത്വം അറിഞ്ഞു കഴിയുമ്പോൾ അതിങ്ങനെ തിളങ്ങി നിൽക്കും, ജ്വലിച്ചു നിൽക്കും, പ്രകാശിച്ചു നിൽക്കും. അത് സ്വയമേവ സത്യത്തിനെ പ്രകാശിപ്പിച്ച് ലോകത്തിലുള്ള സത്യത്തിനെ മറച്ചിരിക്കുന്ന ആവരണത്തിനെ മുഴുവൻ നീക്കി അനാവൃത ദൃഷ്ടി എന്നാണ് പേര്. മറയൊക്കെ നീങ്ങിപ്പോയി. അങ്ങനെയുള്ള പ്രകാശാത്മകമായ സ്ഥിതിയെ തരും. അവര് ജീവൻ മുക്താഹ, അവര് ഇവിടെ തന്നെ മുക്തി നേടിയവരാണ്. ജീവൻ മുക്തപദം പ്രാപ്തഃ യഥാ രാമോ മഹാമനാഃ തത്തേഹം ശൃണു വക്ഷ്യാമി ജരാമരണ ശാന്തയേ. ഈ ജനനം മരണം എന്നുള്ള ദുഃഖം അവസാനിക്കാനായിട്ട് ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാം. രാമൻ എങ്ങനെ ജീവൻ മുക്തനായി എന്ന് പറഞ്ഞു തരാം. അപ്പൊ നോക്കൂ, വാൽമീകിയുടെ രാമൻ ജീവൻ മുക്തനാണ്. അവതാരമാണ് വിഷ്ണുവിന്റെ എന്നുള്ളത് അവിടെ അവിടെ 1-2 ശ്ലോകങ്ങൾ പറയുന്നുണ്ട്. സവൈ വിഷ്ണു സനാതനഃ. പക്ഷേ രാമായണത്തിൽ നോക്കിയാൽ ഒരു ആശ്ചര്യം കാണും നിങ്ങൾ. വാൽമീകി രാമായണത്തിൽ നോക്കിയാലേ വിഷ്ണുവാണെന്ന് രാമനെ പറഞ്ഞതിനേക്കാളും കൂടുതൽ ശിവനാണെന്ന് പറഞ്ഞിട്ടുണ്ട് വാൽമീകി. പല സ്ഥലത്തും കുളിച്ചു വരികയാണ് ഗോദാവരി നദിയിൽ നിന്നും. മുമ്പിൽ ലക്ഷ്മണൻ നടക്കുന്നു, നടുവില് സീത നടക്കുന്നു, പുറകേക്ക് രാമൻ നടക്കുന്നു. അപ്പൊ സ്നാനം കഴിഞ്ഞ് കൃതാഭിഷേകോസ്തുര രാജരാമ സീതാദ്വിതീയ സഹലക്ഷ്മണേന കൃതാഭിഷേകസ്ത്വഗരാജപുത്ര്യാം രുദ്രസ്സ നന്ദി ഭഗവാനിവേശ. ഗോദാവരിയിൽ കുളിച്ചിങ്ങനെ വരികയാണ്. കുളിച്ചു വരുമ്പോ മുമ്പില് ലക്ഷ്മണൻ നടക്കുന്നു, പുറകെ സീത നടക്കുന്നു. അപ്പോ എങ്ങനെ ഇരിക്കണം എന്ന് വെച്ചാൽ കൃതാഭിഷേകസ്തു അഗരാജപുത്ര്യാം. അഗരാജപുത്രി എന്ന് വെച്ചാൽ പാർവതി. പാർവതിയോടുകൂടെ പരമേശ്വരൻ ഗംഗയിൽ സ്നാനം ചെയ്തിട്ട് നന്ദികേശ്വരൻ മുമ്പിൽ നടന്നുകൊണ്ടുപോകുന്നു, പരമേശ്വരൻ നടന്നു വരുന്നു പോലെ. കൃതാഭിഷേകസ്തു അഗരാജപുത്ര്യ രുദ്രസ്സ നന്ദി ഭഗവാനിവേശ. ഇത് പറയണത് വാൽമീകിയാണ്. അതുപോലെ യുദ്ധത്തിന് പുറപ്പെടുമ്പോഴൊക്കെ പ്രാവ്യധന്വനദേവതാഹ ത്രിപുരഘ്നം യഥാശിവം എന്ന് പല സ്ഥലത്ത് ത്രിപുരദഹനം ചെയ്ത ശിവനെ പോലെ. ഒരു സ്ഥലത്ത് രാമൻ തന്നെ ചോദിക്കുന്നുണ്ട്, കയ്യിൽ കോദണ്ഡം പിടിച്ചിട്ട് ഇതെന്റെ കയ്യിലിരിക്കുന്നത് പിനാകമാണോ, ഞാൻ രുദ്രനാണോ, ഇത് പിനാകമാണോ, ഞാൻ രുദ്രനാണോ എന്നാണ് ചോദിക്കുന്നത്. ഈ വൈഷ്ണവര് പലരുണ്ടല്ലോ, നല്ല സ്ട്രോഞ്ച് വൈഷ്ണവര്, ശിവരാത്രിക്ക് രാമനെ പൂജിക്കും. അവർ ശിവനെ പൂജിക്കില്ല. അതുകൊണ്ട് ശിവരാത്രിക്ക് രാമനെ രാമക്ഷേത്രത്തില്, അത് വിധിയാണ് അവർക്ക്. ശ്രീരാമൻ എന്താന്ന് വെച്ചാൽ ശിവാംശത്തോടെ ഇരിക്കണം. അപ്പോ ജരാമരണ ശാന്തയെ, ജനനം മരണം എന്നുള്ള അജ്ഞാനത്തിന്റെ ഫലമായിട്ടുള്ള ഈ ദുഃഖം ശമിക്കാനായിട്ട് രാമൻ എങ്ങനെ ജീവൻ മുക്തനായി എന്നുള്ള കഥ പറഞ്ഞു തരാം എന്ന് വാൽമീകി പറയാം. രാമന്റെ തത്വവിത്വം, തത്വജ്ഞാനം, ഇത് പല സ്ഥലത്തും അങ്ങനെ രാമായണത്തിൽ പ്രകാശിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് ചിത്രകൂടത്തിൽ തന്നെ ഭരതൻ രാമനെ കാണാൻ വരുമ്പോൾ എന്തൊരു അറ്റാച്ച്മെന്റ് ആണ് ഒരു ഏട്ടനും അനിയനും, അല്ലേ? ആ രാമായണത്തോടുകൂടെ ആ കഥ കഴിഞ്ഞു. പിന്നെയൊക്കെ ഏട്ടനും അനിയനും ഒക്കെ സർവത്ര യുദ്ധമാണ്. ആ മഹാഭാരതത്തിൽ തന്നെ നോക്കൂ, അല്ലേ? ദുര്യോധനാദികളും പാണ്ഡവരും കൂടെ സഹോദരന്മാര് രാജ്യത്തിന് വേണ്ടി ലഹള തുടങ്ങി.
പിന്നെ എല്ലാ കാലത്തും എല്ലാ രാജാക്കന്മാരും അശോക ചക്രവർത്തി അടക്കമൊക്കെ സഹോദരന്മാരെ കൊന്നിട്ട് വന്നവരാണ്. വലിയ വലിയ ആളുകൾ എന്നൊക്കെ പറയുന്ന ആളുകളുടെ ഒക്കെ പുറകിൽ ഈ കൊലയുണ്ട്. അതാണ് ഈ ക്ഷത്രിയ ധർമ്മം. ഘോരം പവർ ഒരു ഡ്രഗാണ്. എവിടെയും പവർ വേണമെന്ന് പറയുമ്പോൾ അതൊരു ഡ്രഗ് പോലെയാണ്. ഒരു ചെറിയ 4 പേരുള്ള ഒരു കമ്മിറ്റിയിൽ തന്നെ എന്തു ബഹള, ഒരാള് ശ്രദ്ധിക്കില്ല. എന്നാലും അവിടെ എന്തു ലഹളയാ കൂടണ അറിയോ? സർവത്ര ഉണ്ട് അത്. എന്തോ ഇന്ത്യൻ അമേരിക്കൻ പ്രസിഡന്റ്ഷിപ്പിനുള്ള എലക്ഷൻ പോലെയാണ് ചിലപ്പോഴൊക്കെ ചില സ്ഥലങ്ങളിൽ. അപ്പൊ ഈ ഒരു ഡ്രഗാണിത്, ഒരു പവർ എന്ന് പറയുന്നത്. എവിടെയെങ്കിലുമൊക്കെ ഒരു വലിയ ആളായിട്ട് ഞാൻ വലിയ ആളെന്ന്. അപ്പൊ ഇത് ഒരു അനിമലിസ്റ്റിക് ഇൻസ്റ്റിങ്ക്റ്റ് ആണ്. ഒരു നായ അതിന്റെ ഏരിയയിൽ വേറൊരു നായ വന്നാൽ കുരയ്ക്കണില്ലേ, അത് തന്നെ നമ്മളിൽ വന്നിട്ട് പല രൂപം പൂണ്ട് നിൽക്കുകയാണ്. അത് എളുപ്പത്തിൽ പോവില്ല. ഇത് രാമായണത്തിൽ മാത്രമേ ഉള്ളൂ. രാമൻ രാജ്യം വിട്ടു, അനിയന് കൊടുത്തു, അനിയൻ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി തിരിച്ചു കൊടുക്കുക, സമർപ്പണം ചെയ്യുക. ഇതൊക്കെ വളരെ വളരെ അപൂർവ കഥയാണ്. രാജാക്കന്മാർക്കൊക്കെ ഒരു ഉപദേശമായിട്ടാണ് രാമായണം എഴുതിയിരിക്കുന്നത്. അപ്പോ ഭരതൻ ഇങ്ങനെ, പക്ഷെ ആ ആകർഷണത്തിന് പുറകിൽ എന്താണ്? ഭരതന് ലക്ഷ്മണനും ഒക്കെ രാമൻ ഗുരുവാണ്. അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ആരെങ്കിലുമൊക്കെ ഈ ഒരു മാസം പോലും ഇവരാരും വ്യത്യാസമില്ല. ഒക്കെ ഓരോ ദിവസങ്ങളുള്ള വ്യത്യാസമേ ഉള്ളൂ ജനനത്തിന്. അങ്ങനെയായിട്ട് എങ്ങനെയാ ഭക്തി വരിക? ഒരുപാട് വ്യത്യാസമുള്ള ഏട്ടനനിയന്മാർ തമ്മിൽ തന്നെ ഭക്തിയൊന്നുമില്ല. ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ദിവസമേ വ്യത്യാസമുള്ളൂ, എങ്ങനെ ഭക്തി വരും? ഇപ്പൊ ലക്ഷ്മണനൊക്കെ ആ ഭക്തി ആശ്ചര്യമാണ്. ഭരതൻ പറയാണ്, യാവന്ന രാമം പശ്യേത് നമേ ശാന്തി ഭവിഷ്യതി. യാവന്ന രാമം പശ്യാമി, രാമനെ കാണുന്നവരേക്ക് നമേ ശാന്തി, എനിക്ക് ശാന്തി വരില്ല എന്ന് പറഞ്ഞു. ദാഹം രാജേതി, ഞാൻ രാജാവല്ല എന്ന് നിലവിളിച്ചു അത്രേ ഭരതൻ. എന്നെ ഉപദ്രവിക്കരുത്, രാമനെ കാണാനായിട്ട് രാമന്റെ കാലിൽ സമർപ്പിക്കണം രാജ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. എല്ലാവരും ഭരതനെ സംശയിക്കുന്നുണ്ട്. ഈവൻ ഭരദ്വാജ മഹർഷി പോലും എന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്രയും വലിയ സൈന്യത്തോടു കൂടിയൊക്കെ കാട്ടിൽ വന്നിരിക്കുന്നത്. വലിയ സൈന്യവും കൂടെ ആളുകളൊക്കെ ഉണ്ട്. ഇന്നും നിങ്ങൾ ചിത്രകൂടത്ത് പോയാൽ ഭരതൻ ഉണ്ടാക്കിയ കിണർ എന്ന് പറഞ്ഞിട്ട് ധാരാളം കാണും. എന്താന്ന് വെച്ചാൽ ഇത്ര ജനങ്ങൾ വരുമ്പോൾ കിണർക്ക് വേണമല്ലോ. അപ്പൊ മുൻകൂട്ടി ആളുകൾ പോയി കിണർ കുഴിക്കലും ഒക്കെ നടക്കും. ഭരത് കൂപ്പ് എന്ന് പറഞ്ഞിട്ട് കാണും. അപ്പൊ ആ പോകുന്ന വഴിയിലൊക്കെ ഈ കിണർ കുഴിക്കലും വെള്ളത്തിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്യലൊക്കെ ഒരുപാട് ആളുകളാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഭരദ്വാജൻ പോലും സംശയിച്ചു ഭരതന്റെ അടുത്ത്. അപ്പൊ ഭരതൻ പറയാണ്, ഹതോസ്മി യതിമാമേവം ഭഗവാനപി മന്യത്തെ. ഭഗവാനായ അവിടുന്ന് പോലും എന്നെ സംശയിക്കുകയാണെങ്കിൽ ഞാൻ എന്ത് തെറ്റ് ചെയ്തു പറഞ്ഞു. അങ്ങനെ വിഷമിച്ച് വേദനിച്ചാണ് ദദർശ ഭരതോ ഗുരും. കാട്ടില് ഭരതൻ ഗുരുവിനെ കണ്ടു എന്നാ പറയുന്നത്. ഗുരുവായിട്ടാണ് കണ്ടത്. ഗുരുവിനെ കണ്ടു. ദക്ഷിണാമൂർത്തി പോലെ ഇരിക്കുന്ന രാമനെ കണ്ടു. അവിടെ സംവാദം നടന്നു. രാമൻ പറഞ്ഞു, നീ തിരിച്ചു പോകണം, നീ തന്നെ ഭരിക്കണം. ഭരതൻ പറഞ്ഞു, ആകാശത്ത് പറക്കുന്ന പരുന്തിന്റെ മാർഗം കാക്കയ്ക്ക് അനുസരിക്കാൻ പറ്റില്ല. അതുപോലെ അവിടുന്ന് പോകുന്ന വഴി എനിക്ക് സാധ്യമല്ല. അങ്ങ് ജീവൻ മുക്തനാണ്. നോക്കൂ, ഇത് വാൽമീകി രാമായണത്തിലെ പൂർവ്വഭാഗത്തില് ജീവൻ മുക്തൻ എന്ന് പറയാതെ ഒരു ശ്ലോകം പറയുന്നുണ്ട് ഭരതൻ. വളരെ ഗംഭീരമായ ശ്ലോകം. യഥാമൃത തഥാ ജീവൻ യഥാ സതി തഥാ സതി യസ്യൈഷ ബുദ്ധിലാഭ സ്യാത് പരിതപ്യേത കേന സഹ. യസ്യ ഏഷ ബുദ്ധിലാഭ സ്യാത്. ആർക്കാണോ ഈ ബുദ്ധി കിട്ടിയിരിക്കുന്നത് അവർക്ക് താപം വരില്ല, അവർക്ക് ശോകം വരില്ല. എന്താ ബുദ്ധി എന്ന് വെച്ചാൽ യഥാ മൃത തഥാ ജീവൻ. ജീവിച്ചിരിക്കുമ്പോ തന്നെ മരണത്തിനെ കണ്ട ആള്, മരിച്ച ആള് എന്നർത്ഥം. മരിച്ച പോലെ തന്നെ. മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ ആരുമായിട്ടൊരു സമ്പർക്കമല്ലയോ? നമ്മളുടെ ബന്ധുക്കൾ ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരെങ്കിലും ഒക്കെ അറിയോ? ആർക്കും അറിയില്ല. അവർക്ക് നമ്മളുടെ ബന്ധുക്കളാണെന്നൊക്കെ അവർക്ക് തോന്നാം.
പക്ഷെ നമ്മൾ മരിച്ചുപോയാൽ നമ്മൾക്ക് അവരെ ഒന്നും അറിയില്ല. യഥാമൃത, അതുപോലെ തന്നെ മരണം പോലെ തന്നെ. തമിഴിൽ ഈ സന്യാസത്തിന് ശാവാമൽ ശാവ് എന്ന് പറയാം. ശാവാമൽ ശാവ് എന്ന് വെച്ചാൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മൃത്യു, എല്ലാം പോയി. യഥാമൃത തഥാ ജീവൻ, യഥാ സതി തഥാ സതി. ഉള്ളപ്പോ തന്നെ ഇല്ലാത്ത പോലെ. ആഗ്രഹം ഉള്ളിന്ന് പോയി കഴിഞ്ഞാൽ നമ്മൾ വസ്തുക്കളെ ഉപേക്ഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആഗ്രഹം ഉള്ളിലിരിക്കുമ്പോൾ വസ്തുക്കളെ ഉപേക്ഷിച്ചിട്ട് കാര്യമില്ല. വസ്തുക്കളെയും വ്യക്തികളെയും ഒക്കെ ഉപേക്ഷിക്കണം. ആഗ്രഹം ഉള്ളിലുണ്ടെങ്കിൽ കാര്യമില്ല. അതൊക്കെ യു ആർ ക്യാരിയിങ് ഇൻസൈഡ്. ആഗ്രഹം ഉള്ളിൽ ഇല്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ട, ഉപേക്ഷിച്ചു കഴിഞ്ഞു. അപ്പോ അതൊക്കെ വസ്തുക്കളൊക്കെ ഉള്ളപ്പോഴും അങ്ങ് ഇല്ലാത്ത പോലെയാണെന്നാണ്. മരണത്തിന്റെ തത്വം എന്താ? മരണം എന്താണ്? ഒന്നുമില്ലായ്മ, ഒക്കെ ഇല്ലാതായി, ശരീരാദികൾ ഇല്ലാതായി. അതേപോലെ തന്നെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ശരീരമില്ല, മനസ്സില്ല, ലോകമില്ല, ബന്ധുക്കളില്ല, വസ്തുക്കളില്ല, ഒന്നുമില്ല. എന്നാലോ ഉണ്ട് താനും. എന്നാൽ എല്ലാത്തിന്റെ നടുക്കും ഇരിക്കുന്നുണ്ട്, എല്ലാത്തിന്റെ വ്യവഹാരത്തിന് നടുക്കും ഇരിക്കുന്നുണ്ട്. യഥാ സതി തഥാ അസതി, യഥാ അസതി തഥാ സതി. ഇല്ലാത്തപ്പോ എങ്ങനെയോ അതുപോലെ തന്നെ ഉള്ളപ്പോഴും, ഉള്ളപ്പോ എങ്ങനെയോ അപ്പോഴും ഇല്ലാത്ത പോലെ തന്നെയാണ്. നാസതോ വിദ്യതേ ഭാവ എന്നുള്ള ശ്ലോകം പോലെ. യസ്യയെ. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്, ഇതൊരു അവസ്ഥയാണോ? ബുദ്ധിലാഭമാണ്, ഇതൊരു അറിവാണ്, ഇതൊരു ഇൻസൈറ്റാണ്. ബുദ്ധി ഈ തത്വം നല്ലവണ്ണം നിശ്ചയിച്ചു കഴിയുമ്പോൾ ആത്മസ്വരൂപത്തിൽ ജഗത്തോ ജഗത്തിന്റെ വസ്തുക്കളോ വ്യക്തികളോ സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ള ബുദ്ധിലാഭം ആർക്ക് വന്നിരിക്കുന്നു അവൻ ജീവൻ മുക്തനാണ്. പല പല 96 തത്വങ്ങൾക്ക് നടുവിലാണ് ഈ ആത്മതത്വം പ്രകാശിക്കുന്നത്. അതാണ് തത്വത്തിനുള്ളിൽ ഉദയം ചെയ്തിടുന്ന പൊരുൾ എത്തിയിടും ഗുരുപദാന്തേ ഭജിപ്പവനും. അപ്പോൾ തത്വത്തിനുള്ളിൽ ഉദയം ചെയ്യുന്ന പൊരുൾ, ഈ പലവിധ പ്രപഞ്ച തത്വങ്ങൾക്കൊക്കെ നടുവിലാണ് ഈ ആത്മതത്വം പ്രകാശിക്കുന്നത്. അതിൻ്റെ നടുക്ക് ശാശ്വതമായ സൃഷ്ടിയില്ലായ്മ, അജം ആയ തത്വം, അതാണ് തന്റെ സ്വരൂപം എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ അവൻ ജീവൻ മുക്തനാണ്. ഈ അവസ്ഥ രാമൻ എങ്ങനെ സിദ്ധിച്ചു എന്നാണ് ചോദിക്കണം. ഈ ഒരു അറിവ് രാമനിൽ എങ്ങനെ കണ്ടു? അപ്പോ ഭരതൻ പറയണത് ഇതാണ്, അങ്ങ് ആ അവസ്ഥയിലാണ് ഇരിക്കുന്നത്. അപ്പൊ അവരത് കണ്ടു. അവിടുന്ന് അങ്ങനെയാണ് ഇരിക്കുന്നത്. ഞങ്ങളെ കൊണ്ട് അതൊക്കെ പറ്റുമോ? പരിതപ്യേതകേന സഹ. അതുകൊണ്ട് ഭഗവാനെ ആ അവസ്ഥ എനിക്കില്ല എന്നാണ്. ഇപ്പൊ ഈ അറിവുള്ളപ്പോ തന്നെ ഭരതനിൽ ഉണ്ട് എന്ന് കാണാം നമുക്ക്. അപ്പോ രാമൻ ഈ അറിവ് എങ്ങനെ വന്നു എന്ന് ചോദിക്കുമ്പോൾ വാൽമീകി പറയാണ്, രാമൻ ഗുരുകുലത്തില് ചെന്ന് സർവവിദ്യകളും അഭ്യസിച്ചു. വസിഷ്ഠന്റെ അടുക്കൽ ചെന്ന് വിദ്യകളൊക്കെ അഭ്യസിച്ചു, പഠിക്കേണ്ടതൊക്കെ പഠിച്ചു. രാജകുമാരനാണല്ലോ, പലതും പഠിച്ചു. രാമായണത്തിൽ നമുക്ക് രാമന്റെ കുട്ടിക്കാലമൊന്നും അധികം ചിത്രീകരിക്കണില്ല, അല്ലെ? ഭാഗവതത്തിൽ കൃഷ്ണൻ കുട്ടിക്കാലാണ് മുഖ്യം. നമുക്ക് കൃഷ്ണന്റെ കുട്ടിക്കാലാണ് മുഖ്യം ഭാഗവതത്തിൽ. രാമായണത്തില് ചെറിയ രാമനെ ഒന്നും നമ്മൾ അധികം, പക്ഷെ അയോധ്യയിലൊക്കെ നോക്കിയാൽ അവർക്ക് ആ ചെറിയ രാമൻ വളരെ മുഖ്യമാണ്. രാംലല്ല, അവരതാണ് പ്രാധാന്യം കൊടുക്കണം. അപ്പോ വിദ്യാഗൃഹാത് വിനിഷ്ക്രമ്യ, ഒരു വിദ്യാഗൃഹം, ഒരു യൂണിവേഴ്സിറ്റി ഉണ്ടായിരുന്നു അവിടെ. അവിടെ ചെന്ന് പഠിച്ചു, ഒരു കോളേജിൽ ചെന്ന് പഠിച്ചു, ഒരു വിദ്യാലയത്തിൽ ചെന്ന് പഠിച്ചു. അവ പഠിച്ച് തിരിച്ചു വന്ന് രാമോ രാജീവലോചന ദിവസാൻ അനയദ്യേഹി ലീലാഭിഹി അകുതോ ഭയ. എല്ലാരെയും പോലെ തന്നെ പഠിച്ചിട്ട് വന്നിട്ട് തിരിച്ചു വന്ന് പലവിധ സ്പോർട്സ്, പലവിധ രസങ്ങളിലും കളികളിലും മുഴുകി രാമൻ ജീവിച്ചു. അഥ ഗച്ഛതി കാലേ തൂ രാമസ്യ ഗുണശാലിനഃ തീർത്ഥപുണ്യാശ്രമശ്രേണീഃ ദ്രഷ്ടും ഉത്കണ്ഠിതം മനഃ. പൂർവസംസ്കാര ബലം. ഇങ്ങനെ
പഠിപ്പൊക്കെ കഴിഞ്ഞു വന്നു, നല്ല കുറെ കാലം രസിച്ച് എന്റർടൈൻമെന്റ് ആയിട്ടൊക്കെ നടന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ രാമന് തോന്നി തീർത്ഥയാത്ര ചെയ്യണം എന്ന് തോന്നി. ആശ്രമങ്ങളും വനങ്ങളും ഒക്കെയാണ് തീർത്ഥയാത്ര. ആ ആശ്രമങ്ങളും വനങ്ങളും ഒക്കെ സഞ്ചരിച്ച് പലതും കണ്ട് ലോകത്തിലെ ആളുകൾ എങ്ങനെയൊക്കെ ജീവിക്കണമെന്നൊക്കെ കണ്ടിട്ട് വരണം എന്ന് തീരുമാനിച്ചു. ഒരു അറിവ് ഉണ്ടാവണം എന്ന് തീരുമാനിച്ചു. രാഘവശ്ചിന്തയിത്വൈവം ഉപേത്യ ചരണോ പിതുഃ ഹംസഃ പദ്മാവിവനവോ ജഗ്രാഹനഖകേസരൗ. ദശരഥന്റെ അടുത്ത് ചോദിച്ചു, എനിക്ക് തീർത്ഥയാത്ര ചെയ്യണം. ദശരഥൻ കണ്ടു ഇതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് എന്താവുന്നതെന്ന് ദശരഥൻ ചിന്തിച്ചില്ല. എല്ലാ ഏർപ്പാടും ചെയ്തു കൊടുത്തു. വേണ്ട വിധത്തിലുള്ള ഏർപ്പാടൊക്കെ ചെയ്തു കൊടുത്തു. നല്ല ദിവസം നോക്കി സഹോദരന്മാരോടുകൂടെ രാമൻ വീട്ടിൽ നിന്ന് യാത്ര ചെയ്തു. പല തീർത്ഥക്ഷേത്രങ്ങളും ചെന്നു, ദാനം യജ്ഞമാദികളൊക്കെ ചെയ്തു. കാടുകളിലും വനങ്ങളിലും മരുഭൂമികളിലൊക്കെ സഞ്ചരിച്ചു. ഇങ്ങനെ പലതും കണ്ട് ഇവിടെ നോക്കൂ, തിരിച്ചു വന്നു രാമൻ. തിരിച്ചു വന്നു എന്ന് പറയണത് അമര കിന്നരമാനവമാനിതഃ സമവലോക്യ മഹീമഖിലാമിമാം ഉപയയൗ സ്വഗൃഹം രഘുനന്ദനോ വിഹൃദതി ശിവലോകമിവേശ്വരഃ. പല സ്ഥലങ്ങളിലും സഞ്ചരിച്ച അമര കിന്നര ലോകങ്ങളൊക്കെ പോയി എല്ലാവരാലും മാനിതനായ രാഘവൻ തിരിച്ച് വീട്ടിൽ കയറുമ്പോൾ കൈലാസത്തിലേക്ക് പരമേശ്വരൻ ലോകമൊക്കെ ഒന്ന് സഞ്ചരിച്ചിട്ട് തിരിച്ചു വന്ന പോലെ വന്നു എന്നാണ്. വിഹൃദദിക് ശിവലോകമിവേശ്വരഃ. ഈശ്വരൻ ശിവലോകത്തിലേക്ക് തിരിച്ചു വന്ന പോലെ ഇവിടെ തിരിച്ചു വന്നു എന്നാണ്. ലാജപുഷ്പാഞ്ജലിവ്രാതൈഃ വികീർണഃ പുരവാസിനാം പ്രവിവേശപുരം ശ്രീമാൻ ജയന്തോ വിഷ്ടപം യഥാ ഉവാസസുഖം ഗേഹേ. അവിടെ ഇരുന്ന് ഇങ്ങനെ കണ്ടതൊക്കെ പലതും ആലോചിച്ചു. വേണ്ട വിധത്തിൽ സന്ധ്യാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന നല്ല ചിട്ടയാണ്. രാമായണത്തിൽ രാമൻ ഇടയ്ക്കിടയ്ക്ക് സന്ധ്യാവന്ദനം ചെയ്തു പറഞ്ഞുകൊണ്ടേയിരിക്കും വാൽമീകി. എന്തിനാന്ന് വെച്ചാൽ അങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ആരെങ്കിലുമൊക്കെ ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ രാമൻ പ്രാതരുത്ഥായ രാമോസൗ കൃത്വാ സന്ധ്യാം യഥാവിധി സഭാസംസ്ഥം ദദർശേന്ദ്ര സമം സ്വപിതരം തദാ. ദശരഥനും അപ്പപ്പോ രാമനെ വിളിച്ച് കഥകളൊക്കെ ശ്രവണം ചെയ്യാൻ വേണ്ടതൊക്കെ ഏർപ്പാടാക്കി കൊടുത്തു. വസിഷ്ഠൻ മുതലായ മഹർഷിമാരൊക്കെ രാമന് പല കഥകളും പറഞ്ഞു കൊടുത്തു. ജ്ഞാനഗർഭാഭിഹി കഥാഭിഹി. കഥകളൊക്കെ എന്താണെന്ന് വെച്ചാൽ ജ്ഞാനഗർഭമായ കഥകൾ എന്നാണ്. ആ കഥകൾ വെറും കഥകളല്ല, കഥകളുടെ ഉള്ളിൽ ജ്ഞാനമുണ്ടാവണം. ആത്മജ്ഞാനഗർഭമായിട്ടുള്ള കഥകൾ പറഞ്ഞു കൊടുത്തു. ആത്മജ്ഞാനഗർഭങ്ങളായ കഥകളെ പറഞ്ഞുകൊടുത്തു. അങ്ങനെ കുറച്ചു കാലം ഇരുന്ന് കഴിഞ്ഞ് കാട്ടിൽ വേട്ടയ്ക്കും അവിടെ ഇവിടെയൊക്കെ ഇടയ്ക്ക് പോയിട്ട് വന്നു. രാജകുമാരന്മാർ ചെയ്യേണ്ടതൊക്കെ ചെയ്തു. ഇങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഒരു 16 വയസ്സ്, അതാണ് എല്ലാവർക്കും ഉള്ള സമയം. രമണ മഹർഷിക്കൊക്കെ നോക്കൂ, പലർക്കും ഒരു 16-ാമത്തെ 17-ാമത്തെ വയസ്സാണ് ഒരു ട്രാൻസിഷൻ പീരീഡ്. നമ്മുടെ കാര്യത്തിലൊക്കെ ഒരു 13 വയസ്സിൽ ഈ ഭ്രാന്ത് പിടിച്ചു. 13-14 വയസ്സ്. അപ്പോൾ 16 വയസ്സ് പൊതുവെ ഒരു സമയമാണ്. 16 വയസ്സിലാണ് ഈ ഒരു ചേഞ്ച് വരണത്. പലപ്പോഴും നോക്കൂ, ഒരു 17-16 വയസ്സാവുമ്പോൾ മക്കളൊക്കെ അച്ഛനും അമ്മയും പറഞ്ഞാൽ കേൾക്കില്ല. ഇത്രയും കാലം ഒക്കെ പറഞ്ഞു കേട്ടിരുന്നവരൊക്കെ അങ്ങോട്ട് മാറിപ്പോണതൊക്കെ ആ ഏജാണ്. അപ്പൊ അതൊക്കെ അങ്ങോട്ട് രാമന് അതേസമയം ചിലർക്ക് ജ്ഞാനം, അധ്യാത്മവിദ്യ ഇതൊക്കെ വരും ഉള്ളിൽ ആ ഏജിൽ. ആ വയസ്സിലാണ് ചിലർക്കൊരു വലിയ മാറ്റമൊക്കെ, ഒരു ഷിഫ്റ്റ് വരുന്നത്. ഒരു ജനറ്റിക് ഷിഫ്റ്റ് വരും തോന്നുന്നു ഉള്ളിൽ. ഇങ്ങനെ എന്തോ ഒരു മാറ്റം വരികയാണ്. അപ്പൊ അങ്ങനെ രാമൻ ആ വയസ്സാവുമ്പോൾ ജഗാമ അനുദിനം കാർഷ്യം.
ഇങ്ങനെ മെലിഞ്ഞു 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 വന്നു. കൃശമായിക്കൊണ്ടേ വന്നു. ശരദീവ അമലം, ശരത്കാലത്തില് കുളങ്ങളൊക്കെ വറ്റുന്ന പോലെ ഇങ്ങനെ പതുക്കെ പതുക്കെ കുറഞ്ഞു വന്നു. മുഖമൊക്കെ അങ്ങനെ വാടിയ, തേജസ്സൊക്കെ കുറഞ്ഞു പോയി. പാണ്ഡുരം മുഖമാതതെ, എപ്പോഴും കപോലതല സംലീന പാണിഹി, കപോലത്തില് കൈവച്ച്, തലയിലിങ്ങനെ കൈവച്ചിട്ട് ചിന്താപരനായിട്ടിരിക്കുകയാണെന്ന്. കപോലതല സംലീന പാണിഹി പദ്മാസനസ്ഥിത ചിന്താപരവശസ്തൂഷ്ണീം അവ്യാപാരോ ബഭൂവ. ഒരു കാര്യത്തിലും ഇൻട്രസ്റ്റ് ഇല്ല, ഒന്നിലും മനസ്സ് പ്രവേശിക്കുന്നില്ല, ഒരു വ്യാപാരവും ഇല്ലാതെ ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. എല്ലാവരും കാണുന്നുണ്ട്. ഇങ്ങനെ രാമനെ കണ്ട് ഭൃത്യന്മാരും മറ്റുമൊക്കെ വിഷമിച്ചിരിക്കുകയാണ്, വേദനിച്ചിരിക്കുകയാണ്. കുട്ടിക്ക് എന്തു പറ്റി? ഇടയ്ക്കിടയ്ക്ക് ദശരഥൻ വന്ന് ആലിംഗനം ചെയ്ത് ചോദിക്കൂ, എന്തു പറ്റി? ഒന്നുമില്ലാന്നു. ന കിഞ്ചിതൂച്ചേ, ഒന്നുമില്ലാന്നു, യാതൊന്നുമില്ല, യാതൊരു വിഷമമില്ല എന്ന് പറയത്രേ. ഇങ്ങനെ കാലങ്ങളിങ്ങനെ കഴിഞ്ഞുപോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ആ മുമുക്ഷുത്വം, ആ ശോകം, ആ ദുഃഖത്തിന് പരിഹാരം കണ്ടെത്താനായി ഒരു ഋഷീശ്വരൻ അവിടെ വരണത്. വിശ്വാമിത്രൻ യാഗരക്ഷയ്ക്കായിട്ട് രാമനെ വിളിക്കാൻ വരണ്ടല്ലോ അല്ലേ? ആ സന്ദർഭത്തിൽ തന്നെയാണ് ഉപദേശവും തുടങ്ങുന്നത്, യോഗവാസിഷ്ടം. യാഗരക്ഷയ്ക്കായിട്ട് വിശ്വാമിത്രോ മഹാമുനി. നോക്കൂ, ഒരു സത്സംഗം, ഒരു മഹാപുരുഷ ദർശനം എന്ന് പറയുന്നത് ഒരു വലിയ വഴിത്തിരിവാണ്. വിശ്വാമിത്ര മുനി സാകേതത്തിലേക്ക് വന്നു, അയോധ്യയിലേക്ക് വന്നു, ദശരഥന്റെ അരമനയിലേക്ക് കയറി വന്നു. ദശരഥൻ ചെന്ന് സ്വീകരിക്കുന്നു. വിശ്വാമിത്രൻ രാമന്റെ അവസ്ഥയെ ചോദിക്കുകയാണ്. അതിനുശേഷം വസിഷ്ഠനെ കൊണ്ട് ഉപദേശിക്കാൻ പറയുകയാണ്. ഇതൊക്കെയാണ് ഇനി മേലാൽ നമുക്കുള്ള സന്ദർഭം. നമുക്കിന്ന് 2 ദിവസമായി, ഇനി 4 ദിവസത്തിൽ എത്ര കണ്ടൊക്കെ ഇതിൻ്റെ ഭാഗങ്ങൾ കാണാൻ പറ്റുമോ നമുക്ക് കാണാം. രാമായണവും വാസിഷ്ഠവും കൂടിയുള്ള ഈ ഒരു മിശ്രം ഇത് നമ്മൾ കാണും. നാളെ രാവിലെ ഹരിനാമ കീർത്തനം, രാവിലത്തെ പ്രഭാഷണം 9:30 മണിക്ക് മഹാഗണപതി തിരുവമ്പാടി അമ്പലത്തിൻ്റെ അടുത്ത് മഹാഗണപതി ഹാളിൽ കാണും. ജാനകീകാന്തസ്മരണം. ജയ ജയ രാമ രാമ. ഹര നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. യതോ മമാത്മാ ഭവസി ത്വമേവ തതോ ന വാച്യം മമ കിഞ്ചിദസ്തി. യഥാ തവേഷ്ടം കുരു മാം തഥൈവ ത്വാം ആത്മനാഥം രമണം ഭജാമി.